السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ കുടുംബബന്ധം എത്രമേൽ പവിത്രമാണെന്നും അതിൻ്റെ വിച്ഛേദനം സാമൂഹികമായും എത്ര വലിയ അനർത്ഥമാണെന്നും പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ചർച്ച ചെയ്യാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബത്തിന് പറയാറുള്ള വിശദീകരണം. അത് അങ്ങനെ തന്നെ വരണമെന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിഷ്ഠയുണ്ട്. അതുകൊണ്ടാണ് കുടുംബബന്ധത്തിൻ്റെ പ്രാധാന്യത്തെ വളരെ ഗൗരവത്തിൽ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ നടത്തി മദീനയിലേക്ക് എത്തുന്ന സന്ദർഭം, വിധങ്ങളെ സ്വീകരിക്കാൻ ആളുകൾ ഒരുമിച്ച് കൂടുന്നു. നബി എന്താണ് ആദ്യമായി ആ സമൂഹത്തോട് പറയുന്നത് എന്ന് ആകാംക്ഷാപൂർവം പലരും കാത്തിരിക്കുന്നു. ആ സമയത്ത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തോട് പ്രാഥമികമായി നൽകുന്ന ഉപദേശം, യാ അയ്യുഹന്നാസ് ഉഫ്ശുസ് സലാം, സമൂഹമേ നിങ്ങൾ സലാം വർദ്ധിപ്പിക്കണം. വഅത്ഇമുത് തആം, നിങ്ങൾ ഭക്ഷണം നൽകണം, പരസ്പരം സഹായം നൽകണം. വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുകയും വേണം. വസല്ലു ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന രാത്രികാലങ്ങളിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിരുത്തി നിസ്കാരം നിർവഹിക്കണം. 4 കാര്യങ്ങളാണ് നബിതങ്ങൾ മദീനയിലെത്തിയിട്ട് ആദ്യമായി ഉപദേശിക്കുന്നത്. അതിൽ 3 കാര്യവും ബന്ധം ചേർക്കാനുള്ളതായിരുന്നു. ഒന്ന് ഫിഷുസലാം, സലാം വർദ്ധിപ്പിക്കുക. സലാമിന് കുറേ ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരസ്പരം മഹബത്തുണ്ടാവുന്നതാണ്. പരസ്പരം മഹബത്തുണ്ടെങ്കിലേ ഈമാൻ പൂർണ്ണമാകുന്നതാണ്. അങ്ങനെ ഈമാൻ പൂർണ്ണമെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്നാണ് നബിതങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് പറഞ്ഞു തരുന്നുണ്ട്. സ്നേഹം കൂടണം, എങ്കിൽ ഈമാൻ ഉണ്ടാകും. ഈമാൻ കൂടിയാൽ സ്വർഗത്തിൽ എത്തുകയും ചെയ്യും. റസൂൽ പറയുന്നുണ്ട്, അലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഞാനൊരു കാര്യം പറഞ്ഞു തരാം, അത് പ്രയോഗവൽക്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാം വർദ്ധിപ്പിക്കണം. അതൊരു വലിയ പ്രാർത്ഥനയല്ലേ. നിനക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അദ്ദേഹം മറിച്ചും പ്രാർത്ഥിക്കുന്നു, അതോടുകൂടെ ബന്ധം കൂടിച്ചേരുന്നു. അപ്പോൾ ഒന്നാമതായി ഹബീബുന റസൂലുള്ളാഹി പറഞ്ഞ കാര്യം സലാം വർദ്ധിപ്പിക്കണം. അത് ബന്ധത്തെ ഏറ്റവും ഊട്ടി ഉറപ്പിക്കുന്നതാണ്. പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ സലാം പറച്ചിൽ അന്യനെ കാണുമ്പോൾ മാത്രമല്ല വേണ്ടത്, വാപ്പനെ കാണുമ്പോഴും മോളെ കാണുമ്പോഴും ഭാര്യനെ കാണുമ്പോഴും മക്കളെ കാണുമ്പോഴും ഒക്കെ സലാം പറയണം. പുറമൊക്കെ നന്നായിട്ട് സലാം പറയുന്ന ചിലരൊക്കെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു കളിക്കുന്നത് കാണാം. സലാം പറയണം, കാരണം നിനക്ക് രക്ഷയുണ്ടാവട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഭാര്യയ്ക്ക് രക്ഷ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കുടുംബത്തിന് മൊത്തം രക്ഷ ഉണ്ടാകും. ഗർഭിണിയായ മകളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ അരിഷ്ടതകൾക്കും നല്ലൊരു ആശ്വാസം കിട്ടും. അങ്ങനെ ഓരോ ഘട്ടത്തിലും സലാം വർദ്ധിപ്പിക്കണം. അപ്പൊ റസൂല് പ്രാഥമികമായി നടത്തുന്ന ഉപദേശത്തിൽ 4 കാര്യങ്ങളിൽ 3ഉം ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. രണ്ടാമത്തേത്, നിങ്ങൾ ഭക്ഷണം നൽകണം. അതും ബന്ധത്തിനുള്ളതാണ്, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. കുടുംബത്തിനാകുമ്പോൾ അത് വലിയ ശ്രേഷ്ഠത ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖയെ കുറിച്ച് പറയുന്നിടത്ത് അത് കുടുംബത്തിന് നൽകാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് സദഖത്തും വസുലത്തുൻ എന്ന റസൂലിന്റെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിന് നൽകുമ്പോൾ അത് സദഖയുമാണ്,
അതോടൊപ്പം കുടുംബ ബന്ധം ചേർക്കലുമാണ്. പുറമുള്ള ഒരാൾക്ക് നൽകുമ്പോൾ അവിടെ സദഖ മാത്രമായി തീരുന്നു. അപ്പൊ രണ്ടാമതായി പറഞ്ഞതും ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാനുള്ളതാണ്. മൂന്നാമത്തത് വളരെ വ്യക്തമായ രീതിയിൽ വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം കൂട്ടിച്ചേർക്കണം. നാലാമതായാണ് പറയുന്നത് സല്ലു, ഒരു ആരാധന എന്നൊക്കെ പറയുന്ന പ്രത്യേക ഭാവത്തിലേക്ക് നമ്മൾ അപ്പോഴേ എത്തുന്നത്. സല്ലു, നിങ്ങൾ നിസ്കരിക്കണം. വന്നാസുനിയാം, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി എഴുന്നേൽക്കണം, പടച്ച റബ്ബിനോട് കൂടുതലായി അടുക്കണം, പ്രാർത്ഥന നടത്തണം, നമ്മുടെ കാര്യങ്ങൾക്കും സമൂഹത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി റബ്ബിനോട് അപേക്ഷ അർപ്പിക്കണം. മദീനയിലേക്ക് എത്തിയ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന ആദ്യത്തെ പ്രഖ്യാപനമാണിത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ കുടുംബ ബന്ധം ചേർക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകുന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാവേണ്ടതാണ് കുടുംബം. ഇന്ന് പക്ഷേ സോഷ്യൽ മീഡിയ കാലത്ത് കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നു. ഇത് മതം അനുവദിക്കുന്നേയില്ല, സമ്മതിക്കുന്നേയില്ല. അതുകൊണ്ടാണ് പല മതങ്ങളും പുണ്യമെന്നും മഹത്വമേറിയതെന്നും പറയുന്ന ബ്രഹ്മചര്യം, പൗരോഹിത്യം, കന്യകത്വം, കുറെ സ്ത്രീകൾ കന്യകകളെന്നും പറഞ്ഞിട്ട് കല്യാണം കഴിക്കാതെ നടക്കുന്ന ആ രീതി, സതി പോലെയുള്ള കാര്യങ്ങളെ പരിശുദ്ധ ഇസ്ലാം ശക്തമായി വിരോധിക്കുന്നത്. കല്യാണം കഴിക്കാൻ സംവിധാനമുണ്ടായിട്ട് അത് നിർവഹിക്കാത്തവൻ പെട്ടെന്നത് ചെയ്യട്ടെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അവിടെ പൗരോഹിത്യം നടത്തിയിട്ട് പെണ്ണ് കെട്ടാതെ ജീവിച്ചാലേ മോക്ഷം ലഭ്യമാകൂ എന്ന് ഇസ്ലാമിന്റെ അഭിപ്രായമില്ലേ? എല്ലാം ത്യജിച്ച് കുടുംബബന്ധം നിഷേധിച്ച് ഏതെങ്കിലുമൊക്കെ തിണ്ണയിലും ഏതെങ്കിലുമൊക്കെ ആരാധനാലയങ്ങളുടെ പരിസരത്തും തിരിഞ്ഞു കളിച്ച് ജീവിതം തുലയ്ക്കാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല. പല മതങ്ങളും പുണ്യമായി പറയുന്നതാണ് ഞാൻ ഈ എണ്ണി പറഞ്ഞ സംഗതികളൊക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചു. 2-3 ആളുകൾ ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരെ സമീപിച്ചുകൊണ്ട് നബി തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അവർ പറഞ്ഞു കൊടുത്തു, റസൂൽ തങ്ങൾ ആരാധന അർപ്പിക്കാറുണ്ട്, അതോടൊപ്പം കടന്നുറങ്ങാറുണ്ട്, റസൂൽ നോമ്പെടുക്കാറുണ്ട്, പല ദിവസങ്ങളും നോമ്പെടുക്കാതിരിക്കലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുമായി സംസർഗത്തിൽ ഏർപ്പെടാറുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പുറത്തു വന്നിട്ട് അവരിങ്ങനെ അത് അനലൈസ് ചെയ്യാൻ. നബിതങ്ങൾക്കതാകാം, കാരണം അവിടുന്ന് ഏറ്റവും ശ്രേഷ്ഠരാണ്, സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള ആളാണ്. നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ള പ്രതിജ്ഞകൾ എടുക്കുന്നു. ഒരാൾ പറഞ്ഞു, ഇനി നേരം വെളുക്കുവോളം നിസ്കാരം, ഒരു ദിവസവും ഞാൻ ഉറങ്ങില്ല. മറ്റൊരാൾ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും നോമ്പ് തന്നെ നോമ്പ്, നിർബന്ധമായും നോമ്പ് മുറിക്കേണ്ട പെരുന്നാൾ ദിവസങ്ങളിലല്ലാതെ ഞാൻ നോമ്പ് മുറിക്കില്ല. മറ്റൊരാൾ പറഞ്ഞു, കല്യാണം കഴിച്ചാൽ അതെന്തായാലും വലിയ ആരാധനകൾക്ക് തടസ്സമാണ്, അതുകൊണ്ട് ഞാൻ ഇനി കല്യാണം കഴിക്കില്ല. ലോകൈക ഗുരു അത് മനസ്സിലാക്കുന്നു. അവിടുന്ന് ഒരു ദിവസം എല്ലാവരുമുള്ള സദസ്സിൽ ഒരു പ്രഭാഷണം നടത്തുന്നു. ആരൊക്കെയോ കല്യാണം കഴിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത് നമ്മുടെ സംസ്കാരമല്ല. ആരൊക്കെയോ നേരം വെളുക്കുവോളം നിസ്കരിക്കുമെന്ന് പറയുന്നുണ്ട്, അതും നമ്മുടെ സംസ്കാരമല്ല. എല്ലാ ദിവസവും നോമ്പ് എന്ന് തീരുമാനിച്ച ചിലരുണ്ട്, അതും നമ്മുടെ സംസ്കാരമല്ല. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഞാനാണ് അക്രമക്കും അത്കാക്കും, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളയാൾ ഞാനാണ് നിങ്ങളിൽ ഏറ്റവും ഭക്തൻ. ഞാൻ നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പെടുക്കാത്ത ദിവസങ്ങളുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെടാറുണ്ട്, കുടുംബബന്ധം ചേർക്കാറുണ്ട്. ഇതിനൊക്കെ വിരുദ്ധമായ രീതിയിൽ പൗരോഹിത്യവും ബ്രഹ്മചര്യവും കന്യകത്വവും ഇതുപോലെയുള്ള പരിപാടികളൊന്നും പാടില്ലെന്ന് അവിടുന്ന് വിശദീകരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ കുടുംബബന്ധവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആയത്തുകളുണ്ട്. ഓരോന്ന് വിസ്തരിക്കാൻ സ്വാഭാവികമായും ഈ ഒരൊറ്റ മണിക്കൂറിൽ നമുക്ക് സൗകര്യം കിട്ടില്ല. ബന്ധം ചേർക്കേണ്ടതിനെ കുറിച്ച് നിരവധിയായ ആയത്തുകൾ ഖുർആനിലുണ്ട്. വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. സൂറത്തുൽ റഅദിന്റെ 25-ാമത്തെ വാക്യം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ കരാറുകൾ, അള്ളാഹുമായുള്ള കരാറുകൾ മുറിക്കുന്ന ആളുകൾ, അപ്രകാരം അള്ളാഹു കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന ആളുകൾ, അതിനെ വിമർശിച്ചുകൊണ്ട് ഖുർആൻ പറയാം. വിസ്തരിക്കേണ്ടതുണ്ട്. ഞാൻ അടുത്ത ആയത്തിലേക്ക് കിടക്കുന്നു. ഫലസൈതും മിൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും.
കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിനെ ഒരു ഫസാദായിട്ടാണ് ഈ ആയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുടുംബബന്ധം വിച്ഛേദിക്കുന്നത് ഒരു ഫസാദാണ്. സൂറത്ത് റൂമിന്റെ 21-ാമത്തെ വചനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഖുർആനിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് 6 ആയത്തുകൾ ഒരുപോലെ തുടങ്ങുന്നത്. സൂറത്ത് റൂമിന്റെ 20 മുതൽ 25 വരെയുള്ള 6 ആയത്തുകൾ തുടങ്ങുന്നത് വമിൻ ആയാതിഹി എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ മാത്രമേ 6 സൂക്തങ്ങൾ ഒരുപോലെ തുടങ്ങുന്നുള്ളൂ ഖുർആനിൽ. 1-ാമത്തെ ആയത്തിൽ പറയുന്നത് നിങ്ങളെ പടച്ചു എന്നത് അള്ളാഹു നൽകിയ വലിയൊരു കാരുണ്യമാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. 2-ാമത്തെ ആയത്ത് 21-ാമത്തേത് നമ്മൾ ഈ ഓതിയത് വമിൻ ആയാതിഹി അള്ളാഹുവിന്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു ഇണകളെ സംവിധാനിച്ചു തന്നു. ലിതസ്കുനൂ ഇലൈഹാ അവരിൽ നിന്ന് നിങ്ങൾ ആശ്വാസം നേടാൻ വേണ്ടി, സമാധാനം നേടാൻ വേണ്ടി, സന്തോഷം നേടാൻ വേണ്ടി. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചത് വലിയ ഒരു ദൃഷ്ടാന്തമാണ്, പടച്ച റബ്ബിനെ അറിയിക്കുന്ന തെളിവാകുന്നു. എന്തിനു വേണ്ടിയാണ് ഈ ഇണകൾ? നിങ്ങൾ അവരിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസം നേടിയിരിക്കണം. എന്നിട്ടോ വജഅല ബൈനകും അല്ലാഹു നിങ്ങൾക്കിടയിൽ സംവിധാനിച്ചു മവദ്ദതൻ സ്നേഹം, പ്രണയം, ഇഷ്ടം, വറഹ്മ കാരുണ്യവും. ഇത് രണ്ടും സമഞ്ജസമായി നമ്മുടെ ബന്ധങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. ഭാര്യമാരുമായുള്ള ബന്ധങ്ങളിൽ ഇഷ്ടവും പ്രണയവും അല്ലാഹു നിങ്ങൾക്കിടയിൽ സന്നിവേശിപ്പിച്ചു. അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഭർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരിഷ്ടപ്പെടുന്നത്. അതോടൊപ്പം അള്ളാഹു നിങ്ങൾക്കിടയിൽ കാരുണ്യവും സന്നിവേശിപ്പിച്ചു. എന്തിനാണ് ഈ സംഗതികളൊക്കെ? ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കണം. എന്താണ് ഈ ആയത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കാനുള്ളത്? നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ വർഗത്തിൽ എന്ന് വെച്ചാൽ മനുഷ്യവർഗത്തിന് മാത്രമാണ് ഒരു കുഞ്ഞ് സ്വയം പക്വതയിലേക്ക് എത്താൻ കാലങ്ങൾ വേണ്ടി വരുന്നത്. ഗൗരവത്തിൽ ആലോചിക്കുക. പൊതുവെ ദസ്തനികൾ പ്രസവിക്കുന്ന ഉടനെ തന്നെ സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നു. മണിക്കൂർ തീരുന്നതിന്റെ മുമ്പ് ആടും പശുക്കുട്ടിയുമൊക്കെ സ്വന്തം മാതാവിന്റെ സ്തനം കണ്ടുപിടിച്ച് സ്വന്തം പാല് കുടിച്ചു തുടങ്ങുന്നു. മനുഷ്യ കുഞ്ഞിനത് സാധ്യമല്ല. മാതാവെങ്ങാനും ആ കുട്ടിയെ അവഗണിക്കുന്നുവെങ്കിൽ പ്രസവിച്ച ഉടനുള്ള ആ കുട്ടി അത് മരണപ്പെടുകയാണ് ഉണ്ടാവുക. ഒരിക്കലും അതിന് ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ കഴിയില്ല. 2 വർഷം മാതാവ് പരിലാളനയോടുകൂടെ അതിന് പാല് കൊടുക്കണം. ഈ 2 വർഷം പാല് കൊടുത്തിട്ട് ആ കുട്ടിയെ മാതാവ് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ കുട്ടിക്ക് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ കഴിയില്ല. സ്വന്തം കാര്യങ്ങൾ സ്വന്തമായ രീതിയിൽ നിർവഹിച്ചു തുടങ്ങാനാകുമ്പോഴേക്ക് കുട്ടി 13 വയസ്സാകുമെന്ന് കുട്ടിയുടെ തലച്ചോറിനെ കുറിച്ച് പഠിച്ച പണ്ഡിതന്മാരെല്ലാവരും പറയുന്നു. സാധാരണഗതിയിൽ മറ്റ് ജന്തുക്കൾ ജനിക്കുമ്പോഴേക്ക് പ്രസവിക്കുന്ന തള്ളയാടിന്റെ, തള്ളപ്പശുവിന്റെ, മാതൃമൃഗത്തിന്റെ 80% ബുദ്ധിവികാസം ആ കുട്ടിക്കുണ്ടായിരിക്കും. അത് 50%, 80% ഇതിൻ്റെ ഇടയിലായിട്ട് ബുദ്ധിവികാസം ഉണ്ടായിരിക്കും. എന്നാൽ 5% ബുദ്ധി പോലും മനുഷ്യക്കുട്ടിക്ക് പ്രസവിക്കുന്ന സമയത്ത് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അതിനെ കമറ്റി കടത്തണമെങ്കിൽ പോലും നമ്മൾ വേണം, ഇരുത്തണമെങ്കിൽ മാതാവോ പിതാവോ ആരെങ്കിലും വേണം. എന്തിനാണ് മനോഹരമായ രീതിയിൽ മനുഷ്യനെ ഇങ്ങനെ അള്ളാഹു പടച്ചത്? ഇത്ര മനോഹരമാണോ എന്ന് തോന്നിപ്പോകും. ആണ്, വളരെ മനോഹരമാണ്. എന്തുകൊണ്ട്? ഈ കുഞ്ഞിനെ പരിചരിക്കാൻ ഉമ്മ എന്നും കൂടെ വേണം. എത്രത്തോളം? ടീനേജ് വരെ, 13 വയസ്സ് വരെ. 13 മുതൽ 19 വരെയുള്ള കാലത്തിനാണ് നമ്മൾ ടീനേജ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ 13 മുതലുള്ള ഈ 19 വരെയുള്ള ഈ എണ്ണത്തിന്റെ അവസാനമൊക്കെ ടീൻ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം വരുന്നത്. 13 മുതൽ 19 വരെ, അതാണ് ടീനേജ്. ഈ ടീനേജിലേക്ക് എത്തുവോളം, 13 വയസ്സാകുവോളം കുട്ടിയുടെ ബുദ്ധി വികസിച്ചു കൊണ്ടേയിരിക്കും. ആ സമയത്ത് ഉമ്മയുടെ പരിലാളന വേണം, പരിശീലനം വേണം, ഭാഷ വേണം, ഉമ്മയുടെ സംസ്കാരം കുട്ടിക്ക് പഠിക്കണം.
ആരോഗ്യപരമായ പൂർണ്ണതയ്ക്ക് ഉമ്മയുടെ സപ്പോർട്ട് വേണം. ഉമ്മ അவ்விധം കുട്ടിയെ പരിചരിച്ചിരിക്കണമെങ്കിൽ ഉമ്മയെ സംരക്ഷിക്കാനും ഉമ്മക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഉമ്മയുടെ ഭർത്താവാകുന്ന കുഞ്ഞിന്റെ പിതാവ് കൂടെ വേണം. അയാൾ ജോലിക്ക് പോകണം, കഠിനാധ്വാനം ചെയ്യണം, സമ്പത്ത് സ്വരൂകൂട്ടണം, വസ്ത്രവും ഔഷധവും ശേഖരിക്കണം. അത് ഉമ്മയ്ക്കും കുട്ടിക്കും കൃത്യമായി അയാൾ നൽകിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ വരുമ്പോൾ കുടുംബജീവിതം യാന്ത്രികമായി രൂപപ്പെടുന്നു. കുഞ്ഞിനെ അല്ലാഹു തആല ആദ്യമേ ഒരു ആട്ടിൻകുട്ടിയെ പോലെ, പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് പുല്ല് കടിക്കാനും ഓടാനും ചാടാനും പറ്റുന്ന ആട്ടിൻകുട്ടിയെ പോലെയായിരുന്നു മനുഷ്യ കുഞ്ഞെങ്കിൽ ഈ ഉമ്മയുടെ സപ്പോർട്ട് കുട്ടിക്ക് വേണ്ടാന്ന് വരും. കുട്ടി രാവിലെ മുതൽ തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് മുതൽ തന്നെ നടക്കാൻ തുടങ്ങിയെങ്കിൽ, ഓടിച്ചാടി തുള്ളി നടക്കാൻ പറ്റുമെങ്കിൽ, വെള്ളം കുടിക്കാനും പുല്ല് തിന്നാനും ഭക്ഷണം ശേഖരിക്കാനും പറ്റുമെങ്കിൽ പിന്നെ ഉമ്മയുടെ സപ്പോർട്ട് കുട്ടിക്ക് വേണ്ട എന്ന് സ്വാഭാവികമായും നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ മനുഷ്യക്കുഞ്ഞിനെ അള്ളാഹു അങ്ങനെ ആക്കിയില്ല. ഉമ്മ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഉമ്മക്ക് കുട്ടിയെ ഇவ்விധം പരിചരിക്കണമെങ്കിൽ പിതാവാകുന്ന തൻ്റെ ഭർത്താവാകുന്ന കുഞ്ഞിന്റെ പിതാവാകുന്ന ആളുടെ സപ്പോർട്ട് വേണം. സ്വാഭാവികമായും സമൂഹത്തിന്റെ ഒന്നാമത്തെ യൂണിറ്റാകുന്ന കുടുംബം അവിടെ രൂപപ്പെടുന്നു. സമൂഹത്തിന്റെ ഒന്നാമത്തെ യൂണിറ്റ് കുടുംബമാണ്. ഈ കുടുംബം അവിടെ കൃത്യമായി രൂപപ്പെടുന്നു. അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് പോലും പടച്ച റബ്ബ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിരവധിയായ ഹദീസുകളിൽ കുടുംബബന്ധത്തെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സൃഷ്ടിപ്പ് നടത്തിയ സന്ദർഭത്തിൽ ഹത്തായിദാ ഫറഗ മിൻഹും ഖാമത്തിർ റഹം, കുടുംബബന്ധം എഴുന്നേറ്റ് നിന്നുവെന്നാണ്. അതങ്ങനെ കുടുംബബന്ധം എഴുന്നേറ്റ് നിൽക്കുക കുറേ വിശദീകരണങ്ങളുണ്ട് ഇതുപോലെയുള്ള ഹദീസുകളിൽ. ഇതുമായി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആവാം, അല്ലെങ്കിൽ കുടുംബബന്ധമാകുന്ന ആ സാധനത്തിനെ തന്നെ അമൂർത്തതയിൽ നിന്ന് മൂർത്തതയിലേക്ക് കൊണ്ടുവന്ന് ഒരു പ്രത്യേക രൂപഭാവത്തിൽ പടച്ച റബ്ബ് എഴുന്നള്ളിച്ചതാവാം. ഈ ദുന്യാവിൽ പോലും നടക്കുന്നതല്ല. ഈ സൃഷ്ടിപ്പിന്റെ ആദ്യഘട്ടത്തിൽ അങ്ങനെ കുടുംബം ചോദിച്ചു അത്രേ, ഇത് നിന്നിലേക്ക് എല്ലാവരും വിച്ഛേദനങ്ങളിൽ നിന്ന്, ബന്ധം മുറിയലിൽ നിന്ന് മടങ്ങുന്ന നിന്നിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രത്യേക സന്ദർഭമാണല്ലോ. അള്ളാഹു പറഞ്ഞു അതേ. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അമായുർലീഖ്. കുടുംബബന്ധത്തെ പ്രതിനിധാനം ചെയ്ത് നമ്മളൊപ്പൊക്കെ പഠിക്കാൻ വേണ്ടി അള്ളാഹു ചോദിക്കുകയാണ്, നിനക്കിഷ്ടമല്ലേ അന്നസ്ലമൻ വസലക്, നിന്നെ ചേർത്തവരോട് ഞാൻ ബന്ധപ്പെടുമെന്നും നിന്നെ വിച്ഛേദിച്ച ആളുകളോട് ഞാൻ ബന്ധവിച്ഛേദനം നടത്തും ചെയ്യുന്നത് നിനക്കിഷ്ടമല്ലേ? കുടുംബബന്ധം അവിടെ വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രത്യേകമായൊരു ഓഫർ ചോദിക്കുകയാണ്. എനിക്ക് എന്താ ഇപ്പം ലഭ്യമാവാനുള്ളത്? ഓരോരുത്തരും അവരവരുടേതായ ഭാഗധേയം ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്കെന്താ കിട്ടാനുള്ളത്? ആ സമയത്ത് റബ്ബ് തആല പറയാണ്, നിന്നെ ചേർക്കുന്നവരോട് ഞാൻ ചേർന്നു നിൽക്കുമെന്നും നിന്നെ എതിർക്കുന്നവരോട് ഞാൻ എതിർത്തു നിൽക്കുമെന്നും നിന്നെ വിച്ഛേദിക്കുന്നവരുടെ ബന്ധം ഞാനും വിച്ഛേദിക്കുമെന്നും ഞാനൊരു വാഗ്ദാനം ചെയ്യാം. അതുപോലെ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്. എത്ര ആയത്തിൽ നമ്മൾ ആലോചിക്കണം അവിടുന്ന് തുടങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹസിൽ നിന്ന് കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ എഴുന്നേറ്റ് പോകാൻ പറയുന്ന ഹദീസുണ്ട്. പിൽക്കാലത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്ഥിരമായി ക്ലാസ്സിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് കയറി വരുന്നു. ആ സമയത്ത് അബൂ ഹുറൈറ തങ്ങൾ കുടുംബബന്ധം വിച്ഛേദിച്ച ആളുകൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകണമെന്ന് പ്രത്യേകമായി പറയുന്നു. അദ്ദേഹം ആശങ്കയോടുകൂടെ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. ടൗണിലെത്തി തൻ്റെ അമ്മായിയെ കണ്ടിട്ട് പൊരുത്തപ്പെടിപ്പിക്കുന്നു. എന്താ പ്രശ്നം എന്നുള്ളത് അമ്മായി അത്ഭുതപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു പോരുന്ന സമയത്ത് എന്തുകൊണ്ടാ അങ്ങനെയെന്ന് നിന്റെ ഗുരു അബൂ ഹുറൈറ തങ്ങളോട് നീ ഒന്ന് ചോദിക്കണമെന്ന് അമ്മായി പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം വന്നിട്ട് കുടുംബബന്ധമൊക്കെ വിച്ഛേദിച്ചതൊക്കെ തീർത്ത് അമ്മായിയോട് സന്തോഷത്തിലായി വന്നിട്ട് ഇക്കാര്യം അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കുന്നു. മഹാനുഭാവൻ ഹബീബായ റസൂലിന്റെ സദസ്സിലിരിക്കുന്ന ഒരു രംഗം വിശദീകരിച്ചു കൊടുക്കുന്നു. ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവരോടൊന്ന് എഴുന്നേറ്റ് പോകണം. എന്തേ കാര്യം? അവിടെ അള്ളാഹുവിന്റെ കാരുണ്യം അവതരിക്കില്ല. അള്ളാഹുവിന്റെ കാരുണ്യം അവതരിക്കില്ല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വലിയ ഗുരുവിന് ഇദ്ദേഹം ഇന്നലെ അമ്മായിയോട് പിണങ്ങി വന്നതാണെന്ന് മനസ്സിലായി കാണും. അതുകൊണ്ട് റസൂല് പറഞ്ഞു കൊടുത്ത തൻ്റെ ജീവിതത്തിൽ തൻ്റെ വിദ്യാഭ്യാസ കാലത്തുണ്ടായ ഒരു അനുഭവം അബൂ ഹുറൈറ തങ്ങൾ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സദസ്സിന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരുണ്യം മറങ്ങൂല. ഈ അള്ളാന്റെ കാരുണ്യം അല്ലെങ്കിൽ ലോകത്ത് നമുക്ക് വലിയതൊന്നും ചെയ്യാൻ കഴിയില്ല.
അപ്പൊ കുടുംബബന്ധം വിച്ഛേദിച്ച ഒരു വീട്ടിൽ തീർച്ചയായിട്ടും കാരുണ്യം വരില്ല. പിന്നെ അവിടെ എന്നും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാകും. നമ്മൾ മക്കളോടും ഭാര്യനോടും നല്ല നിലക്ക് നിൽക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം കുടുംബം എന്ന് പറയുന്ന നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, വാപ്പയുടെ ജ്യേഷ്ഠാനുജന്മാർ, വാപ്പയുടെ പെങ്ങന്മാർ, നമ്മുടെ ഉമ്മയുടെ സഹോദരിമാർ, ഇങ്ങനെ തുടങ്ങി വിശാലമായൊരു ലോകമാണ് ഈ കുടുംബം. അവരെ കൊണ്ടൊക്കെയും നമുക്ക് ചെയ്യാവുന്ന സേവനങ്ങൾ ചെയ്തു കൊടുത്തും നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ നൽകിയും ഏറ്റവും ചുരുങ്ങിയത് നല്ല ഹൃദയബന്ധം പുലർത്തിയെങ്കിലും വിശ്വാസി പൂർണ്ണനാകാൻ ശ്രമിക്കണം. എന്തുകൊണ്ട് കുടുംബ വിച്ഛേദങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഖുർആനിൽ തന്നെ പലപ്പോഴും ഈ ചെലവഴിക്കുന്നിടത്തൊക്കെ പറയുമ്പോൾ മാതാപിതാക്കളെ പറഞ്ഞ ഉടനെ കുടുംബത്തിലേക്ക് പോകുന്നുണ്ട്. അതാണ് പ്രത്യേകം ഞാൻ അമ്മായിയോടും നമ്മുടെ പിതാവിന്റെ ജ്യേഷ്ഠാനുജന്മാരോടൊക്കെ സഹായിക്കാൻ പറ്റുന്നത് സഹായം ചെയ്യണം എന്ന് പറയുന്നത്. സൂറത്തുൽ ബഖറയുടെ 215 വാക്യം, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, അവർ ചോദിക്കുന്നുവല്ലോ എന്തൊക്കെ ആർക്കൊക്കെ ചെലവഴിക്കണമെന്ന്. ഖുൽ പറയൂ, മാ അൻഫഖ്തും മിൻ ഖൈരിൻ, നിങ്ങൾ എന്ത് നന്മ ചെലവഴിക്കുമ്പോഴും ഫലിൽ വാലിദൈൻ, മാതാപിതാക്കൾ ആദ്യം പരിഗണിക്കണം, വല്ലഖ്റബീൻ, കുടുംബബന്ധത്തെയും കുടുംബക്കാരെയും പരിഗണിക്കണം. അൽ ബഖറയുടെ 215 അങ്ങനെയാണ്. നിങ്ങൾ എന്ത് നന്മ ചെലവഴിക്കുകയാണെങ്കിലും നിങ്ങൾ മാതാപിതാക്കളെ പരിഗണിക്കണം, പിന്നെ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളെയും പരിഗണിക്കണം. ചില ആളുകൾ നാട്ടിലൊക്കെ ഭയങ്കര സോഷ്യലായിട്ട് ഉഷാറായിരിക്കും, ഭയങ്കര സേവകനുമായിരിക്കും, നന്മ മരമായിരിക്കും. പക്ഷെ പിതാവിന്റെ സഹോദരൻ അയാൾക്ക് അജ്ഞനായിരിക്കും. വെറൊരു ചെലവഴിക്കൽ മാത്രമൊന്നുമല്ല, ആദരവ്, ബഹുമാനം. പിതാവിന്റെ സഹോദരന്മാര് മാത്രമല്ല, പിതാവിന്റെ കൂട്ടുകാർ, പിതാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അവരൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്നയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ചങ്ങാതിമാരെ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അവരെ കാണുമ്പോൾ തന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരെ വാഹനപ്പുറത്തേറ്റുമായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവിയുടെ ചങ്ങായിച്ചിമാരെ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. പ്രത്യേകം പരിഗണിക്കും. ദാനങ്ങളിലൊക്കെ അവർക്ക് പ്രത്യേകമായൊരു സ്ഥാനം നൽകും. ഒരു വൃദ്ധ വരാറുണ്ട് റസൂലിന്റെ സദസ്സിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിപ്രായ നിബിധങ്ങൾ അവരോട് വല്ലാതെ ആദരവ് കാണിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രത്യേകമായി വിഹിതങ്ങൾ എടുത്തൊക്കെ വെക്കുമ്പോൾ സഹാബാക്കിറാം അതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഏതാണ് ഈ വൃദ്ധ, ഇടക്കിടക്ക് വരുന്നല്ലോ, അങ്ങ് അവരെ വല്ലാതെ ആദരിക്കുന്നതും അവർക്ക് വേണ്ടി പ്രത്യേകമായി ദാനം ചെയ്യുന്നതും കാണുന്നുവല്ലോ, എന്താണ് അവരുടെ പ്രത്യേകത? മുത്തറസൂൽ ഒരൊറ്റ പ്രത്യേകതയെ പറഞ്ഞുള്ളൂ, എന്റെ ഖദീജുവിന്റെ ചെങ്ങാഴ്ചയാണ്. അതന്നെ. അപ്പൊ നമ്മൾ ആരെയൊക്കെ പരിഗണിക്കണം? അതാണ് ഈ ദാനം ചെയ്യുന്നിടത്ത് ഖുർആൻ വേറെ പലയിടങ്ങളിലും ഇതന്നെ പറയുന്നുണ്ട്. വൈദാഖദ്നാ മീസാക ബനീ ഇസ്രായീൽ ലാ തഅബുദു ഇല്ലല്ലാഹ്, ബനൂ ഇസ്രായേലരോട് നാം ഒരു വലിയ കരാർ വാങ്ങി, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്, ഉസൈറിനെ ആരാധിക്കരുത്, യേശുവിനെ ആരാധിക്കരുത്, മറ്റ് പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും ആരാധിക്കരുത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അതിനോട് തുടർത്തിക്കൊണ്ട് പറയുന്ന ഒരു സംഗതി, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. പിന്നെ വദിൽ ഖുർബാ, ബന്ധുക്കൾക്കും, നമ്മുടെ ബന്ധുക്കൾക്കും നന്മ ചെയ്യണം. ബനൂ ഇസ്രായേലരോട് അള്ളാഹു നൽകുന്ന കരാർ ഒന്ന്, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്, ഏറ്റവും പ്രഥമം, ഏറ്റവും പ്രധാനം. രണ്ടാമത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അതിനോട് ചേർത്തി പറയുന്നു വദിൽ ഖുർബാ, നിങ്ങളുടെ കുടുംബത്തിനും നന്മ ചെയ്യണം. സൂറത്തുൽ ബഖറയുടെ 83 ആയത്ത് ഇങ്ങനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പലപ്പോഴായിട്ട് ഖുർആൻ ഓതി തരുന്നുണ്ട് നമുക്ക്. കുല്ലാസലുക്കും അലൈഹി അജ്റ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, ഞാൻ ഈ മഹാദൗത്യം നിർവഹിച്ചതിന് ഒരു പ്രതിഫലവും നൽകണ്ട, എന്റെ കുടുംബത്തെ സ്നേഹിക്കണം, നിങ്ങളും കുടുംബത്തെ പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഈ മഹാദൗത്യം നിർവഹിച്ചതിന്, ഇതിൽ നിന്ന് കല്ലേറ് വാങ്ങിയതിന്, ഷൂബ് അബീ ത്വാലിബിൽ 3 കൊല്ലം പട്ടിണി കിടന്നതിന്, അങ്ങനെ നിങ്ങളെ വിജയത്തിന്റെ പാതയിലേക്ക്, നന്മയുടെ ദർശനത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നതിന് ഒരു പ്രതിഫലവും വേണ്ട, കുടുംബത്തെ സ്നേഹിച്ചാൽ മതി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്ത് ശൂറയുടെ 23 വചനം. ഇങ്ങനെ നമ്മളോട് പോവുകയാണെങ്കിൽ നമ്മുടെ ദഅവത്ത് തുടങ്ങേണ്ടത് എങ്ങനെയാണ്? നമ്മൾ സ്നേഹം പങ്കിടേണ്ടത് ആരോടാണ്? നമ്മൾ നന്മ പറഞ്ഞു കൊടുക്കേണ്ടത് എവിടെയാണ്?
ഫഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, അടുത്ത കുടുംബ ബന്ധത്തിൽ നിന്ന് അത് തുടങ്ങണമെന്ന് സൂറത്തു ശുഅറാഇന്റെ 214-ാമത് വചനത്തിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിക്കുന്നു. അങ്ങനെയാണ് അവിടുന്ന് ഒരു പ്രഭാതത്തിൽ സഫയുടെ മുകളിൽ കയറി തൻ്റെ കുടുംബ ബന്ധുക്കളെ മൊത്തം അതിൻ്റെ താഴെ വിളിച്ചുകൂട്ടുന്നതും തൻ്റെ ദൗത്യത്തിൻ്റെ പരസ്യ പ്രഖ്യാപനം നടത്തുന്നതും. അപ്പൊ നമ്മൾ ആത്മീയത തുടങ്ങുമ്പോൾ, സാമ്പത്തികമായ നന്മകൾ തുടങ്ങുമ്പോൾ, സ്നേഹം തുടങ്ങുമ്പോൾ, ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ അതൊക്കെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ധാരാളമുണ്ട്. ഞാൻ അങ്ങോട്ട് കടന്ന് ഈ വിച്ഛേദനത്തിന്റെ ആ ഭാഗത്തേക്കുള്ള സമയം നഷ്ടപ്പെടുത്തുന്നില്ല. കുറേയേറെ ഹദീസുകളിൽ ഏതെങ്കിലും ഒന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറഞ്ഞതിന്റെ ആ ഒരു മഹത്വത്തിന് വേണ്ടി പറയാതെ വയ്യല്ലോ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു ഹദീസ് മറന്നു പോകരുത്. അവിടുന്ന് ആദ്യമായി മദീനയിലേക്ക് എത്തി പറയുന്നത് കുടുംബബന്ധത്തെ കുറിച്ചാണ്. ഇമാം മുസ്ലിമും ഇമാം ബുഖാരി തങ്ങളും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യസിൽ റഹ്മ, അള്ളാഹുവിനെയും പരലോകത്തെയും വിശ്വസിക്കുന്നുവെങ്കിൽ കുടുംബബന്ധം ചേർക്കണം. അള്ളാഹുവിനെയും പരലോകത്തെയും വിശ്വസിക്കുന്നുവെങ്കിൽ കുടുംബബന്ധം ചേർക്കണം. ഇതൊരു വലിയ സംഗതിയാണ്. അള്ളാഹനെ വിശ്വസിക്കുക എന്ന് പറയാം, എന്നിട്ട് കുടുംബബന്ധം ചേർക്കാതിരിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഒരു ഹദീസ്, അസ്സദഖത്തു അലൽ മിസ്കീനി സദഖത്തുൻ, പാവപ്പെട്ട ഒരാൾക്ക് സദഖ നൽകുമ്പോൾ അത് സദഖ മാത്രമാണ്. വഅലൽ ഖരീബ്, എന്നാൽ മിസ്കീനായ കുടുംബക്കാരന് നൽകുമ്പോഴോ സദഖത്തും വസിലത്തുൻ, അത് സദഖയാണ്, അതോടൊപ്പം അത് സിലയുമാണ്, കുടുംബബന്ധം ചേർക്കലുമാണ്. ഇങ്ങനെ കുറേ ഹദീസുകൾ നമുക്ക് കാണാം. കുറേ ബന്ധങ്ങൾ വേറെയും വിസ്തരിച്ച് പറയണ്ട. ഒരു കുടുംബക്കാരൻ മരിച്ചു, മൂപ്പർക്ക് കടണ്ട്, നമ്മൾ ഏറ്റെടുക്കണം. ഒരു കുടുംബക്കാരൻ്റെ എന്തെങ്കിലും രോഗം വന്നു, മൂപ്പർക്ക് അത് ചികിത്സിക്കാൻ സൗകര്യമില്ല, നമ്മൾ ചികിത്സിക്കണം. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ ഒരു ചർച്ച ഉണ്ട്. നമുക്ക് ആർക്കൊക്കെ നിർബന്ധമായും ഈ ചികിത്സ ഭക്ഷണം പോലത്തെ നൽകേണ്ടതുണ്ട് എന്ന്. മാതാപിതാക്കളെ പോലെയുള്ള മക്കളെ പോലെയുള്ള ആളുകൾക്കാണ് പൊതുവെ നൽകേണ്ടത്. പക്ഷെ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുടുംബ ബന്ധത്തിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് നൽകലും നമുക്ക് നിർബന്ധമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിരവധിയായ ഹദീസുകൾ അതിനുദ്ധരിക്കുന്നുണ്ട്. മഹാനായ റസൂൽ പറഞ്ഞു, അഹ്ലുൽ ജന്ന സലാസ, ദു സുൽത്താനിൻ മുഖ്സിത്ത് വറജുലുൻ റഹീം റഖീഖുൽ ഖൽബി ബികുല്ലി ദീ ഖുർബ വമുസ്ലിം വറജുലുൻ ഗനിയ്യുൻ നഫീഫുൻ മുതസദ്ദിഖുൻ. സ്വർഗത്തിലുള്ള ആളുകളെ മൂന്നായിട്ട് ചേർക്കുകയാണ്, മൂന്ന് വിഭാഗം. ഒന്ന്, അധികാരമുണ്ട് പക്ഷേ നീതിമാനായിരുന്നു. രണ്ടാമത്തേത്, ഒരു മനുഷ്യൻ അവൻ കാരുണ്യമാനാണ്, ആർദ്രഹൃദയനാണ്, എല്ലാ കുടുംബക്കാർക്കും മുസ്ലിമിനും അവനെ കൊണ്ടാകും വിധത്തിലുള്ള സേവനവും സഹായവും ചെയ്യുന്നു. വറജുലുൻ ഗനിയ്യുൻ നഫീഫുൻ മുതസദ്ദിഖുൻ, കൃപയുള്ള സദഖ ചെയ്യുന്ന സമ്പന്നൻ. സ്വർഗക്കാരെ മൂന്നായിട്ട് തിരിച്ചതിൽ ഒന്ന്, കുടുംബത്തിനോട് സ്നേഹം പുലർത്തുന്ന, കുടുംബത്തിന് കാരുണ്യം ചെയ്യുന്ന, കുടുംബത്തെ മാനിക്കുന്ന മനുഷ്യർ. ഇതിലപ്പുറം എന്തിനാ നമ്മൾ കുറെ ഹദീസ് എണ്ണി പറയണം? എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇമ്പത്തിനപ്പുറം ഭൂകമ്പങ്ങൾ സംഭവിക്കുകയാണ് ഇപ്പോ. അതെന്തുകൊണ്ട്? അതാണ് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കുറെ ആദർശപരമായ പ്രശ്നങ്ങളുണ്ട്, കുറെ ആത്മീകമായ വിഷയങ്ങളുണ്ട്. ആദർശപരമായ പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഫെമിനിസം പോലെയുള്ള ആശയങ്ങൾ, ഫെമിനിസം സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു പരിധിവരെ അങ്ങനെ തന്നെ ആവുകയും ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അവരെ വേണമെങ്കിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയുമാകായിരുന്നു. കാരണം പെണ്ണുങ്ങളാകെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ പെണ്ണാവട്ടെ ആണാവട്ടെ ഏതൊരു വ്യക്തിയും പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെയുള്ള മൂവ്മെന്റുകളെ സപ്പോർട്ട് ചെയ്യൽ ഇസ്ലാം എന്ന രീതിയിൽ നമുക്ക് ബാധ്യതയാണ്. കാരണം സമൂഹം സ്നേഹാർദ്രമായി നിലനിൽക്കണം, അതാണ് ഇസ്ലാമിന്റെ പോളിസി. അപ്പൊ സമൂഹത്തിന്റെ അർദ്ധഭാഗമാകുന്ന പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷെ അവരുടെ ആദർശങ്ങൾ പിന്നെ പലയിടങ്ങളിലായി വഴിപഴച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് പെണ്ണ് പീഡനം ഏൽക്കേണ്ടി വരുന്നത്? അവര് നിർദ്ധാരണം ചെയ്തത് പെണ്ണ് കുടുംബജീവിതം അനുഭവിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. എന്താ കുടുംബത്തിന്റെ പ്രശ്നം? കുടുംബത്തിലല്ലെങ്കിൽ പെണ്ണിന് ഭർത്താവിന്റെ അധികാരത്തിന്റെ കീഴിൽ നിൽക്കണ്ടെന്നാണ്.
അതുകൊണ്ട് ഫെമിനിസം മുന്നോട്ട് വെച്ചത് പുരുഷൻ എന്നാൽ സ്ത്രീ നിന്റെ ശത്രുവാണ് എന്ന ആദർശമാണ്. ഇവിടെ ഇസ്ലാം അവരോട് വിരുദ്ധമാകുന്നു. പുരുഷൻ സ്ത്രീയുടെ ശത്രുവല്ല, സ്ത്രീ പുരുഷന്റെ ശത്രുവുമല്ല. പരസ്പരം സമഞ്ജസമായി സ്നേഹാർദ്രമായി മുന്നോട്ട് പോകേണ്ട സമൂഹത്തിന്റെ നല്ല രണ്ട് പാതികളാണവർ. എങ്ങനെയാണ് സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത്? ഫെമിനിസം പറഞ്ഞു കുടുംബം ഉണ്ടാകണമുണ്ട്. കുടുംബം ഇല്ലാതിരിക്കാൻ എന്ത് വേണം? വിവാഹത്തെ ഒഴിവാക്കണം. അതുകൊണ്ട് വിവാഹം കഴിക്കരുതേ എന്നവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് ശേഷിയുണ്ടെങ്കിൽ വിവാഹം കഴിച്ചിരിക്കണമെന്ന് ഇസ്ലാം പറയുന്നു. ഇവിടെ വെച്ച് ഇസ്ലാമും ഫെമിനിസവും വീണ്ടും ഏറ്റുമുട്ടുന്നു. മനുഷ്യനെന്ന രീതിയിൽ വൈവാഹിക ജീവിതം ഒരാളുടെ പൂർണ്ണതയുടെ ഭാഗമാണ്. ഒരാളുടെ ജീവിതത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. ആശ്വസിക്കാൻ ഒരു ഭാര്യ ഉണ്ടാവൽ, പ്രയാസം വരുമ്പോൾ പരിചരിക്കാൻ ഒരു ഇണയുണ്ടാവൽ, വിഷമങ്ങളും സന്തോഷവും ആത്മാർത്ഥമായി പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടാവൽ, ഏവരും അത് ആഗ്രഹിക്കുന്നു. കല്യാണം കഴിക്കാതെ കുടുംബജീവിതം ജനിക്കാതെ ഈ ദാമ്പത്തികമായ സംഗതികൾ എങ്ങനെ നടക്കുന്നുള്ളതിനെ കുറിച്ച് ഫെമിനിസം പറഞ്ഞു. എത്ര വിശാലമായ മാർഗങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവരോടൊപ്പം സെക്സ് നടത്തി ജീവിക്കൂ. അതിനാണ് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മറ്റ് കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തൂ. കുടുംബ ബന്ധത്തിന് നിന്നൊടുക്കരുത്. സെലിബ്രിറ്റികളാവുന്ന കുറെ ആളുകൾ നമ്മുടെ കേരളത്തിൽ പോലും ഇടയ്ക്കിടെ കൃത്യമായ ഇടവേളകളിൽ വിളിച്ചു പറയുന്നുണ്ട് പെണ്ണുങ്ങൾ കല്യാണത്തിന് തയ്യാറാകരുത് എന്ന്. ഈ വിളിച്ചു പറയുന്നോളന്മാരുടെ അച്ഛനും അമ്മയും അത് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത് വിളിച്ചു പറയാൻ അവരിവിടെ ഇല്ലാതാകുമായിരുന്നു. അതാണ് വിഷയം. അപ്പൊ ഇതുപോലെയുള്ള ആദർശം കയറിയ ആളുകൾ കുടുംബത്തിന് വിരുദ്ധമായി നിലകൊള്ളുന്നു. പിന്നെ ന്യൂ എത്തിസത്തെ കുറിച്ച് നമ്മൾ പറയണ്ട, ഇടക്കിടക്ക് നമ്മളത് പറയുന്നതാണ്. ധാർമ്മികത എന്താണെന്നറിയാതെ വളയം വിട്ട് ചാടാൻ വേണ്ടി താന്തോന്നികളായി ജീവിക്കാനാണ് ആളുകൾ പലരും ഈ ആദർശം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം വിടുന്നത് മാസ്റ്റർബേഷൻ അനുവദിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ ചില എമുക്കൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ബന്ധങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല. കേവലം ജൈവികമായ പരിണാമത്തിനിടയിൽ മനുഷ്യന്റെ തോന്നലുകളും മോഹങ്ങളും താല്പര്യങ്ങളും തീർക്കാൻ വേണ്ടി മാത്രമാണ് അവരുടെ മുമ്പിൽ സെക്സിന് പ്രസക്തിയുള്ളൂ. അപ്പൊ ആരുമായും ഇതൊക്കെ നിർവഹിക്കാം. അങ്ങനെ അരാജകത്വം നിറഞ്ഞൊരു തലമുറ രൂപപ്പെടണം. പെട്ടിരിക്കുന്നു പലയിടത്തും. 3,80,00,000 പരം ജാരസന്താനങ്ങളുണ്ട് അമേരിക്കയിൽ ഔദ്യോഗിക കണക്കനുസരിച്ച്. അതുകൊണ്ടാണ് ഫാദർലെസ് അമേരിക്ക പോലെയുള്ള പുസ്തകങ്ങൾ ഉണ്ടാകേണ്ടി വരുന്നത്. ആർക്കും ആരോടൊപ്പം താന്തോന്നികളായി ജീവിക്കാം. അതിനിടയിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു പോയാൽ അത് സ്റ്റേറ്റിന്റെ ബാധ്യത. അവർക്കതിൽ യാതൊരു ബാധ്യതയുമില്ല. ഈ സമൂഹം വളർന്നു വരുമ്പോ അവർക്ക് വേണ്ട വിധം പരിചരണം നൽകാൻ വൃദ്ധസദനങ്ങൾ വേണ്ടി വരുന്നു. മക്കളില്ല. ഉള്ള മക്കൾ അവരുടേതല്ല താനും. അതുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ കൂടിക്കൂടി വരുന്നത്. വൃദ്ധന്മാരെ പോറ്റാൻ പല രാഷ്ട്രങ്ങളും ഇന്ന് വല്ലാതെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നു. ചൈന ഉദാഹരണം. അവര് കുഞ്ഞുങ്ങളെ നിരുത്സാഹപ്പെടുത്തി. ഒരു കുഞ്ഞു മാത്രമേ പാടുള്ളൂ എന്നവർ കൽപ്പന നൽകി. മാത്യൂസിന്റെ ഒക്കെ ഒരു പൊട്ടൻ സിദ്ധാന്തമുണ്ട്. ജനസംഖ്യാ വിസ്ഫോടനം വഴി ജീവിതം ദുസ്സഹമാകുമെന്ന്. ഇത് വിശ്വസിച്ചുകൊണ്ട് അവർ കുടുംബ ബന്ധത്തിൽ വലിയ പരിമിതികൾ നിർമ്മിച്ചു. അത് കാരണം ചെറുപ്പക്കാരില്ലാത്തൊരു ദുരന്തം വന്നു. ഉള്ളവർ മൊത്തം വൃദ്ധന്മാരായി മാറി. ഇവരെ സംരക്ഷിക്കാൻ, അതോടൊപ്പം ജോലി ചെയ്യാൻ, സമ്പത്ത് സ്വരൂപ് കൂട്ടാൻ, സൈനിക സേവനം നടത്താൻ ചെറുപ്പക്കാരില്ലാതെ വന്നു. അതിലേറെ കല്യാണം കഴിക്കാൻ പെൺകുഞ്ഞുങ്ങളില്ലാതെ വന്നു. വിയറ്റ്നാമിൽ നിന്ന് പെൺകുട്ടികളെ ഇറക്കേണ്ടി വന്നു. രണ്ടും രണ്ട് കൾച്ചറായതുകൊണ്ട് ഏതാനും മാസങ്ങൾക്കകം ഈ വിയറ്റ്നാം പെൺകുട്ടി ചാടിപ്പോയി. അതുകൊണ്ടൊക്കെ വലിയ ദുരന്തം അവർ അനുഭവിച്ചു. അതുകൊണ്ട് ജോലിയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ പോലും സെക്സ് നടത്തണമെന്നും ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ നിർമ്മിക്കണമെന്നും അങ്ങനെ നിർമ്മിക്കുന്നവർക്കെല്ലാം സൗജന്യമായി നൽകുമെന്നും പ്രത്യേകമായി ഫണ്ടിങ് അനുവദിക്കുമെന്നും ഗവൺമെന്റ് ലാസ്റ്റ് വെച്ച് പറയേണ്ടി വന്നു. റഷ്യയിലും അത് തന്നെ സംഭവിച്ചു. പുടിൻ ഈയിടെ പറഞ്ഞത് അങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റിന്റെ വലിയ സമ്മേളനത്തിൽ വെച്ച് അയാൾ പറഞ്ഞു, ഇനി കണക്കില്ലാതെ പരിധിയില്ലാതെ കുഞ്ഞുങ്ങളെ നിർമ്മിക്കണം. അള്ളാഹുവിന്റെ തീരുമാനത്തെ ലംഘിച്ചു മനുഷ്യൻ അവന്റെ പൊട്ടത്തരത്തിനനുസരിച്ച് മുന്നോട്ട് പോയാൽ ഇങ്ങനെ സംഭവിക്കും. അപ്പൊ ഫെമിനിസം പോലെയുള്ള മതവിരുദ്ധമായ ആദർശങ്ങൾ, ന്യൂ എയ്ത്തിസം പോലെയുള്ള ആദർശങ്ങൾ
ഇത് മനുഷ്യനെ നശിപ്പിക്കുന്നു, കുടുംബത്തെ നശിപ്പിക്കുന്നു. ഇതിന്റെ പിറകെ പോകുന്ന ആളുകൾ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ആരെയും വിമർശിക്കാൻ പറയണതല്ല. ഇതുകൊണ്ടുണ്ടാകുന്ന അനർത്ഥങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ ഒരു 4 ക്ലാസ് വേണ്ടിവരും. അത് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് സൂചിപ്പിക്കുന്നു. ബന്ധങ്ങൾക്ക് യാതൊരു മാന്യതയും ഒരു ബാധ്യതയും നൽകാത്ത കുറെ ആളുകൾ ഉണ്ടാകുമ്പോൾ സമൂഹം തകരുന്നു, സൊസൈറ്റി വിച്ഛേദിക്കപ്പെടുന്നു. അതില്ലാതിരിക്കണമെങ്കിൽ ഇസ്ലാം പറയുന്ന മനോഹരമായ കുടുംബബന്ധത്തിലേക്ക് വരണം. കുടുംബബന്ധം എങ്ങനെ വിച്ഛേദിക്കപ്പെടുന്നു എന്നതിന്റെ ആദർശ തലം മാറ്റിവെച്ചാൽ നമ്മൾ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം. മസ്കറ്റിലെ കാബൂസ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനമുണ്ട്. അവർ പറയുന്നത് ഇന്ന് കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയിൽ സമൂഹം വലിയ താല്പര്യം നൽകുന്നതാണ്. അത് കുറെ രീതിയിൽ കുടുംബത്തെ ബാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാനിക്കാൻ സമയമല്ല, എല്ലാവരും കുത്തിക്കുറിച്ചുകൊണ്ടും തോണ്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല പുസ്തകം വായിക്കാൻ ഒരാൾക്കും സമയം കിട്ടണില്ല. കിതാബ് വാങ്ങാൻ വേണ്ടി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഷാർജ ബുക്ക് ഫെയറിലേക്ക് പോകുമ്പോൾ ഒരു കൗതുകം ഉണ്ടായി. നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൽ അതിന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് വരി നിൽക്കുമ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, 2-3 നാളായല്ലോ ഷാർജയ്ക്ക് പോണ്, എന്താ പ്രശ്നം അവിടെ എന്ന്. ഞാൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, അവിടെ ഒരു ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ഉണ്ട്. എന്തിനാ അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു. പുസ്തകം വാങ്ങാൻ. അവരിങ്ങോട്ട് ബോധം കെടാനെടുത്തായി. എന്നോട് പറയാണ്, പുസ്തകം വാങ്ങാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പോവുകയെ ഇപ്പോഴും പുസ്തകം വായിക്കുന്നവരൊക്കെ ഉണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കൊല്ലം നടക്കുന്നതാണ്. കോടിക്കണക്കിന് പുസ്തകങ്ങൾ, വലിയ വലിയ ഗ്രന്ഥങ്ങൾ ചെലവാക്കുന്ന ഒരു ബുക്ക് ഫെയർ ആണ്. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ബുക്ക് വാങ്ങാനായിട്ട് അങ്ങോട്ട് പോവാണോ? ഞാൻ പറഞ്ഞു, അതെ. അപ്പൊ അവര് പറയാ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ബുക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലും ട്വിറ്ററിലും തോണ്ടലല്ലാതെ പുസ്തകം കാണുന്നത് എനിക്ക് വെറുപ്പാണ്. അവരെ നമുക്ക് അവരുടെ പാട്ടിന് വിടാം. സോഷ്യൽ മീഡിയയിലും എക്സിലും ഇതുപോലെയുള്ള സംഗതികളിലും തോണ്ടിക്കളിക്കലല്ലാതെ പുസ്തകം കാണുന്നത് വെറുപ്പാകുന്നൊരു തലമുറ വരുന്നു. അപ്പൊ പിന്നെ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ അവർക്ക് സമയം കിട്ടൂല. ഇതൊരു വലിയ പ്രശ്നം. രണ്ടാമത്തേത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാനിക്കാനോ പരിഗണിക്കാനോ നേരല്ല. എല്ലാവരും അവരവരുടേതായ മൊബൈൽ ഫോണിലും മറ്റും അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിം കളിക്കണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പലരും ദൂരെയുള്ള ഒരു സംഘം ഒന്നിച്ച് ഇവിടെ നിന്ന് കണ്ട് നെറ്റ് വഴി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് മാറുന്നു. അതുകൊണ്ടാണ് ആ നീലത്തിമിംഗലം ഗെയിമൊക്കെ വന്നിട്ട് ലോകാടിസ്ഥാനത്തിൽ തന്നെ നിരവധി കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത റിപ്പോർട്ട് വന്നത്. നമ്മുടെ കേരളത്തിലും അത് സംഭവിച്ചു. ഏതോ ഒരു അജ്ഞാതൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗെയിം, അതിൽ അഭിരമിച്ചുകൊണ്ട് കുട്ടികളങ്ങനെ പോവുക, നട്ടപ്പാതിരക്ക് പുറത്തിറങ്ങുക, ഈ ഗെയിമിലെ നിർദ്ദേശം അനുസരിച്ച് ഓരോ ടാസ്ക് ഏറ്റെടുക്കുക. നിന്റെ വീട്ടിന്റെ അടുത്തുള്ള തെങ്ങ് വലിഞ്ഞു കയറാൻ വേണ്ടി പറയാ, കുട്ടി കഷ്ടപ്പെട്ട് കയറുക. മുകളിലെത്തുമ്പോ ആ പിടുത്തം വിട്ട് താഴേക്ക് ഇറങ്ങാനും തല കുത്തനെ താഴേക്ക് ഇറങ്ങാനും ഒക്കെ കൽപ്പന കിട്ടുക. കുട്ടി അതിന് ശ്രമിക്കുക, വീഴുക, മരിക്കുക. ഇങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായി. ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഗെയിം മുഖേന. ഇവിടെ ഉമ്മാനെ മാനിക്കാൻ സമയം? നമ്മുടെ കുട്ടികളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഞാൻ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഇപ്പൊ റിസ്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാപ്പ വന്നിട്ട് കരഞ്ഞിട്ട്, നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ്, എൻട്രൻസിന് എല്ലാ ഇടക്കിടക്കുള്ള പരീക്ഷയിലും 1ാം റാങ്കുകാരനായിരുന്നു. ഇടക്ക് കുത്തനെ കുറഞ്ഞു വന്നു. 70ഉം 80ഉമായി തോറ്റു. അന്തർമുഖനായി, കണ്ണു കുഴിപ്പോയി, കവിള കൊട്ടിപ്പിടിച്ചു. എന്തേ സംഭവം? ആ കുട്ടി പഠനത്തിന് ഉപയോഗിച്ച ടാബ് ഉപയോഗിച്ച് വൃത്തികെട്ട ചില സൈറ്റുകൾ നിരന്തരം സന്ദർശിക്കാൻ തുടങ്ങി. അധ്യാപകരത് പിടിച്ചു, പിതാവിനെ അറിയിച്ചു. അവനത് നിർത്തിവെക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞിട്ട് അവൻ അതിൽ എത്രമേൽ അഡിക്റ്റാണ് എന്ന് ആ പിതാവിനോട് വെളിപ്പെടുത്തി കൊടുത്തു. ഇതാലോചിക്കും നിങ്ങൾ. പിന്നെ ഇവിടെ ബന്ധത്തിന് സ്ഥാനം. ഭാര്യ പോണത് അവളുടെ ഫോണുമായിട്ടാണ് ബെഡ്റൂമിലേക്ക്, ഭർത്താവ് പോണത് ഓൻ്റെ 1ഉം 2ഉം ഫോണുമായിട്ടാണ്. എല്ലാവരും പലരുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത ഭാര്യനോടൊരു വിവരം ചോദിക്കാൻ അവന് താല്പര്യമില്ല. ഇതാ കാബൂസ് യൂണിവേഴ്സിറ്റി പറയുന്നത്. സോഷ്യൽ മീഡിയയുടെ വർധനവ് കാരണം പലപ്പോഴും കുടുംബം വിച്ഛേദിക്കപ്പെടുന്നു. ഇതതിൻ്റെ ഒരു രീതിയാണ്. രണ്ടാമത്തെ ഒരു സംഗതി ഉണ്ട്. ഇതുവഴി പലരെയും പരിചയപ്പെടുന്നു.
അങ്ങനെ ഈ ബന്ധത്തേക്കാൾ മനോഹരം മറ്റൊന്നാണെന്ന് തീരുമാനിക്കുന്നു, ഇറങ്ങുന്നു, കുടുംബ ബന്ധം തകരുന്നു. ഒരു ഭർത്തൃമതിയെ ആരെങ്കിലും സോപ്പിടുന്നുണ്ടെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, സെക്സ് മാത്രം, ഈ പെണ്ണിന്റെ ശരീരം മാത്രമാണ് അവരുടെ ആഗ്രഹം. ലാസ്റ്റ് വെച്ച് ആ കുട്ടി ഇല്ലെങ്കിൽ ഞാൻ ഇന്നെ കൊണ്ടുപോവായിരുന്നു എന്ന് പറയും. ആ കുട്ടി ഉള്ളത് കൊണ്ട് എന്താ ഇപ്പൊ ചെയ്യാ? ഒരു ഉമ്മയുടെ മുഖത്ത് നോക്കി കുട്ടിനാണ് കൊന്നാൽ അത് പറ്റൂല അറിയും. പിന്നെ എങ്ങനെ കുട്ടിയായിട്ട് നമ്മുടെ ബന്ധം തുടരുക? സെക്സ് നാവോളം ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പെൺകുട്ടികളെ പലരും പരിഗണിക്കുന്നുവെന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു റോസാപ്പൂവിന്റെ മെസ്സേജ് ചെല്ലും. ഇവളിങ്ങനെ മനസ്സിലാക്കും, എന്നെ എത്രമേൽ മാനിക്കണം. തൊട്ടടുത്ത് കിടക്കണ എൻ്റെ ആൾ മൂപ്പരിതൊന്നും ശ്രദ്ധിക്കാറില്ല. ഓരോ സമയത്തും സുഖല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് വിടും. ഞാൻ തന്നെ മൂപ്പരെ മനസ്സിൽ നിന്ന് ഇവളങ്ങനെ തെറ്റിദ്ധരിക്കും. പാവം പൊട്ടി അതിനങ്ങനെ വിധേയാവും. ഒരിക്കൽ പോലും ഒരു വെറുപ്പുണ്ടാക്കുന്നത് പറയേയില്ല. നല്ല പഞ്ചാര മെസ്സേജുകൾ ഇങ്ങനെ വരും. ഇയാൾക്ക് അങ്ങനെ തന്നെ പറ്റൂല, അത് അഭിനയം, ഇത് ജീവിതം. അയാൾക്ക് ഇടക്കിടക്കൊക്കെ കയർക്കേണ്ടി വരും, ഇടക്കിടക്കൊക്കെ അവരുടെ മോഹങ്ങൾക്ക് വിരുദ്ധമാവേണ്ടി വരും. അപ്പൊ നല്ലൊരു ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്കൂസിനെ പറ്റൂല, എൻ്റെ മറ്റേ ആളാണ് അതിനൊക്കെ ഉഷാറ്, അവൻ 1-2 ഷോപ്പിംഗ് നടത്തിയാൽ മതി, ഇദ്ദേഹത്തിന് ജീവിതത്തിൽ മുഴുവൻ വിള കൊണ്ട് നടക്കണം, അപ്പൊ ചിലപ്പോഴൊക്കെ വേണ്ടാന്ന് പറയേണ്ടി വരും. ഇതാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാതെ മറ്റവന്റെ സോപ്പടിയിൽ പിറകിൽ കൂടിയിട്ട് ഈ ബന്ധം വിച്ഛേദിച്ചിറങ്ങിപ്പോകുന്നു പെണ്ണുങ്ങൾ. നിരവധിയായ റിപ്പോർട്ടുകൾ ഈ സോഷ്യൽ മീഡിയയുടെ ഫലമായി അങ്ങനെയുണ്ട്. കുടുംബബന്ധം വിച്ഛേദിക്കാനുള്ള ആദർശപരമായ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് ന്യൂ എയ്ത്തിസവും ഫെമിനിസവും ഒക്കെ അതന്നെ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. അതിന്റെ താഴെയുള്ള ചില സംഗതികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കുത്തിയിരിക്കുന്നു, അത് കാരണം ബന്ധങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാകുന്നു. വാപ്പ ഫോൺ വിളിക്കുന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്യാൻ പോലും മക്കൾക്കിടയിൽ തർക്കം വരുന്നു. അവരോട് തർക്കത്തിൽ ഈ വാപ്പ ആർക്ക് വേണ്ടിയാണ് അധ്വാനം നടത്തുന്നത്? ഈ കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടത്തുന്നതിൽ ഉമ്മയും പങ്കുചേരുന്നു. നീ എടുത്തോക്ക്, ഞാൻ ഉറങ്ങാന്ന് പറയേ, ഞാൻ ജോലിയിലാന്ന് പറയേ, എൻ്റെ കയ്യമ്മ മീനാന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ഭർത്താവിന്റെ കോൾ എടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്നു. എന്താ കാര്യം? അവര് കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി മുടങ്ങിപ്പോകും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിനിടക്ക് ആരെങ്കിലും ഒരാളങ്ങോട്ട് ഫോൺ എടുക്കുന്നു, എന്താ ഒക്കെ സുഖം തന്നെയല്ലേ, എന്നാ പിന്നെ ഇപ്പൊ ഞാൻ വെക്കട്ടെ സ്കൂളിൽ പോകാനായി എന്നൊക്കെ പറഞ്ഞാണ്ട് ഒറ്റ കട്ടിയാണ്. പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന് വെള്ളിയാഴ്ച ആവാൻ നിന്ന് ഒന്ന് കോൾ ചെയ്തിട്ട് സന്തോഷിക്കണം എന്ന് കരുതുന്ന അങ്ങ് അകലേ കിടക്കുന്ന വാപ്പയുടെ മനം അതോടുകൂടെ വല്ലാത്തൊരു ദുഃഖത്തിന് അടിമപ്പെടുന്നു. എന്തേ കാര്യം? ഓരോരുത്തരും തോണ്ടിക്കളിക്കാണ്. ഗൾഫിലുള്ള വാപ്പ മാത്രല്ല, നാട്ടിലുള്ള വാപ്പ കഠിനാധ്വാനം ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോ മോളെന്ന് വിളിക്കുമ്പോ മോനെന്ന് വിളിക്കുമ്പോ കോളിംഗ് ബെല്ലടിക്കുമ്പോ തുറന്നുകൊടുക്കാൻ മനസ്സ് വരുന്നില്ല കുട്ടികൾക്ക്. അവരൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ കുടുംബ ബന്ധം? പിന്നെ എങ്ങനെയാണ് സ്നേഹം നിലനിൽക്കുന്നത്? അവസാനം ഒരാൾ പിരാഗി പറഞ്ഞ് അത് തുറന്നുകൊടുക്കാൻ പോണത് തന്നെ ഈ കളി കണ്ടുകൊണ്ടായിരിക്കും. അങ്ങനെ തുറക്കും, അങ്ങനെ തന്നെ മടങ്ങി വരും. രാവിലെ ജോലിക്ക് പോയ വാപ്പയുടെ മുഖം എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന് ക്ഷീണുണ്ടോ? എന്താ മൂപ്പരുടെ അവസ്ഥ? ഇതാലോചിക്കാൻ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾക്ക് പോലും സാധിക്കാതെ വരുന്നു. ഇതാണ് കാബൂസ് യൂണിവേഴ്സിറ്റി പറയുന്നത്. വാപ്പ അങ്ങനെ കയറി വരുന്ന സമയത്ത് കൈ പിടിച്ച് കയറ്റാൻ മോളുണ്ടെങ്കിൽ അപ്പൊ വന്നല്ലോ എന്നും പറഞ്ഞിട്ട് എല്ലാരും കൂടെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, കയറിയിരിക്കി ഞാൻ വെള്ളം എടുക്കാമെന്നും പറഞ്ഞിട്ട് ഭാര്യ പരിചരിക്കുന്നുണ്ടെങ്കിൽ, രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ച അദ്ദേഹത്തിന്റെ ക്ഷീണവും പ്രയാസങ്ങളും വേദനയും ആ നിമിഷത്തിൽ അലിഞ്ഞില്ലാതെയാകും. ഇത് അതിലേറെ വലിയ ദുഃഖവും വിഷമവും അദ്ദേഹത്തിന് സംഭവിക്കും. ഇങ്ങനെയൊക്കെ ഇവർക്ക് വേണ്ടി രാവിലെ പോയി മെനക്കെട്ട് കഷ്ടപ്പെട്ട് വരുമ്പോ ഒന്ന് പരിഗണിക്കാൻ പോലും ആളില്ല എന്ന് വരുന്ന സമയത്ത് അദ്ദേഹം കൂടുതൽ കൂടുതൽ ദുഃഖിതനാകും, പ്രയാസത്തിലേക്ക് എത്തും. അങ്ങനെ ബന്ധങ്ങൾക്ക് മായനല്ലാതെയാകും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. സോഷ്യൽ മീഡിയയിൽ അതിൻ്റെതായ ഉപകാരത്തിന് മാത്രം നമ്മളത് ഉപയോഗപ്പെടുത്തണം. ചാടിപ്പോകുന്നത് കാരണമാവാൻ പാടില്ല. കൃത്യമായ സമയത്ത് വാതിൽ തുറക്കാൻ ഇതിലൂടെ ബന്ധപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ സോഷ്യൽ മീഡിയ കാലത്ത് എങ്ങനെ കുടുംബബന്ധം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്.
പിന്നെ കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മദ്യപാനം. ഇസ്ലാമിക സൊസൈറ്റിയിൽ ഒരാൾ പോലും അത് ചെയ്യരുതായിരുന്നു. സൂറത്തുൽ മാഇദയുടെ 90-ാമത്തെ വചനം ഇന്നമൽ ഖംറു വൽ മൈസിർ എന്നും പറഞ്ഞിട്ട് ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവ, നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാനാണ് മദ്യം വഴി, ചൂതാട്ടം വഴി ഈ ശൈത്താൻ വിചാരിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു തന്നതാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി പദാർത്ഥവും ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതുമാണ്. ഇന്ന ലഹരി പദാർത്ഥം എന്നില്ല, എല്ലാം. അത് മദ്യമാവാം, മയക്കുമരുന്നാവാം, ബീഡികളാവാം, ബീഡി എന്ന് പറഞ്ഞാൽ കഞ്ചാവൊക്കെ തെറുത്തിട്ടുള്ള ബീഡികളാവാം, ഇതുപോലെയുള്ള ഏത് സംഗതികളും ഹറാമാകുന്നു. ഒരാൾ ഈ ഒരു ലോകത്തിലേക്ക് ചെന്നാൽ പിന്നെ കുടുംബ ബന്ധത്തിന് പ്രസക്തിയില്ല. ജസ്റ്റിസ് ശ്രീദേവി നമ്മുടെ ഈ ഹൈക്കോടതിയുടെ, കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയായിരുന്നു. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കണക്കുണ്ട്. കുടുംബം ശൈഥില്യത്തിന്റെ ഏറ്റവും വലിയ കാരണം മദ്യപാനമാണ്. 2014 സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ വന്ന 36,000 കേസുകളിൽ മദ്യപാനമാണ് പ്രതി. 2014 കണക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ മുമ്പിലുള്ളത്. 36,000 കേസിൽ, അതായത് ബന്ധവിച്ഛേദനത്തിന്, വിവാഹമോചനത്തിന് അപേക്ഷയുമായി കുടുംബ കോടതികളിൽ വന്ന 36,000 കേസുകളിലും പ്രശ്നകാരി മദ്യപാനായിരുന്നു. മദ്യം കുടിച്ച് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിന് ഭാര്യനെ തിരിച്ചറിയാൻ കഴിയില്ല, മക്കളെ തിരിച്ചറിയാൻ പറ്റൂല, ചിലപ്പോൾ മോളും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാൻ കഴിയില്ല. മൂപ്പര് വേറൊരാളായിട്ടാണ് ഈ കടന്നു വരുന്നത്. എന്നും ബഹളം, എന്നും വഴക്ക്, സ്വസ്ഥതയില്ലാത്ത ജീവിതം, കുടുംബബന്ധം തകരുന്നു. 36,000 കേസ് ഒരു കൊല്ലത്തിൽ മദ്യപാനത്തിന്റെ കാരണത്താൽ കുടുംബം ശിഥിലമാകുന്നതിനെ കുറിച്ച് സംഭവിക്കുന്നു. നമ്മുടെ വിവേകമുള്ള, പക്വതയുള്ള, വലിയ വിദ്യാഭ്യാസമുണ്ടെന്ന് അഭിമാനിക്കുന്ന ഈ നാട്ടിൽ, കേരളത്തിൽ, മദ്യപാനം വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഫിത്നയുടെയും അടിസ്ഥാനം മദ്യമാണെന്ന് പറയുന്നത്. മദ്യപാനം എല്ലാ ഷർറിന്റെയും മാതാവാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് വർദ്ധിച്ചു വരിക. ഈ ഗൾഫിലൊക്കെ പോയി ജീവിച്ചിട്ട് ഇത്തിരിയൊക്കെ അഭിവൃദ്ധി വരുമ്പോൾ പിന്നെ മദ്യമൊന്നും ഒരു വിഷയമല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക, അതൊരു വലിയ സംഗതിയാണ്. പണ്ടൊക്കെ ദീനിന് നൽകുന്ന പ്രാധാന്യം ചില ആളുകളെങ്കിലും നൽകാതിരിക്കുന്നു. അവരവരുടേതായ മതം സ്വയമായി രൂപീകരിക്കുന്നു. അതൊരു പ്രശ്നമാണ്. എങ്ങനെ? സോഷ്യൽ മീഡിയയിലൊക്കെ ഫത്വയോട് ചോദിക്കുക, അവിടുന്ന് എന്തെങ്കിലും നിർദ്ദേശം കിട്ടി അതനുസരിച്ച് അങ്ങോട്ട് ജീവിക്കുക. ഇപ്പൊ ചില AI-കളൊക്കെ ഉണ്ടല്ലോ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈകാര്യം ചെയ്യുന്ന ചില സൈറ്റുകളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ഫത്വ ചോദിച്ചാലും അപ്പോൾ ഒരു ഫത്വ അങ്ങോട്ട് കിട്ടും. ഇതനുസരിച്ച് ജീവിതം മുന്നോട്ടുണ്ടുപോവുക. അവിടെ മതത്തിന്റെ തനതു ശൈലി മാറുന്നു. എങ്ങനെയാണ് ആധികാരികമായ ഒരു മസലയെ സമീപിക്കേണ്ടതെന്ന മതത്തിന്റെ നിർണിതമായ രീതി മാറുന്നു. വേറെ കുറെ ആളുകളുണ്ട്, ചില ചങ്ങാതിമാരുടെ ഫാൻസായി മാറുക. അവരെന്ത് പറഞ്ഞാലും അതാണ് അവർക്ക് ദീൻ. ഈടെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്നറിയില്ല, സോഷ്യൽ മീഡിയയുടെ മറ്റൊരു വിപത്താണ്. ഒരു ചെറിയ നായക്കുട്ടിക്ക് ഒരു ആള് മുട്ട പുഴുങ്ങിയത് കൊടുക്കുന്നു. മുട്ട പുഴുങ്ങിയതൊക്കെ കൊടുത്തതിന് ശേഷം മൂപ്പരതിനെ നന്നായിട്ട് താലോലിക്കുന്നു. എന്നിട്ട് മൂപ്പരുടെ വക ഫത്വ ഇറങ്ങുന്നു. എന്താ വിഷയം? ഇതത്ര മോശം ജന്തൊന്നുമല്ല, ഇത് നല്ല ശുദ്ധിയുള്ള തന്നെയാണ്, നമ്മൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഇത് അശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് UAE എന്നൊരു സഹോദരൻ ഒരു വീഡിയോ വിട്ടു തന്നു. ആരാണതെന്ന് എനിക്കറിയില്ല. അയാൾ പറയുന്നത് നായയുടെ ഉമനീര് മാത്രമേ നജസുള്ളൂ, ബാക്കിയുള്ളതൊന്നും നജസല്ല, ആരൊക്കെയോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ്. ഇതാണ് സോഷ്യൽ മീഡിയയിലെ വലിയ മുഫ്തിമാർ. ഇമാം ഷാഫി തങ്ങളൊക്കെ ഇവരുടെ മുമ്പിൽ നിഷ്പ്രഭൻ. ഇമാം നബവി തങ്ങളൊന്നും ഇവർക്കൊരു വിഷയമല്ല. ഓർക്ക് തോന്നിയതുപോലെ ഓരങ്ങനെ ഫത്വ കൊടുക്കുന്നു. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് വളരെ മാരകമായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവരൊപ്പിക്കുകയാണ്. ഇദാ വലഅൽ ഖൽബു ഫീ ഇനാഇ അഹദികും, നിങ്ങളിൽ ആരുടെയെങ്കിലും പാത്രത്തിൽ നായ തലയിട്ടാൽ ആ പാത്രം നിങ്ങൾ 7 പ്രാവശ്യം കഴുകണം, 1 പ്രാവശ്യം മണ്ണുപയോഗിച്ച് കഴുകണം എന്ന ഹദീസുണ്ട്. ഇവർ ഈ ഹദീസിനെ സങ്കുചിതമായി സമീപിക്കുകയാണ്. നബി പറഞ്ഞത് എന്താണ്? പാത്രത്തിൽ തലയിട്ടാൽ എന്നാണ്. അപ്പോ ബക്കറ്റിലൊന്നും തലയിട്ടാൽ നജസാവൂല.
നബി പറഞ്ഞ എന്താ? തലയിട്ടാൽ എന്നാണ്. അപ്പൊ കാലോ കയ്യോ ഒന്നും ഇട്ടാൽ നജസാവൂല. അപ്പോ നായയുടെ വായിലുള്ള ഉമിനീര് മാത്രമാണ് നജസ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പെറ്റി ഡോഗ്സുകളെ വളർത്തിക്കോളൂ. വീട്ടിലൊക്കെ അവറ്റങ്ങളെ നിരവധിയായി കൊണ്ടു നടന്നോളൂ, എടുത്തോളൂ, ലാളിച്ചോളൂ, കൊഞ്ചിച്ചോളൂ. ഇസ്ലാം അത്ര അങ്ങോട്ട് ശുഷ്കൊന്നുമല്ലാന്ന്. ഇത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകൾ എങ്ങനെയാണ് ഒരു ഹദീസിനെ സമീപിക്കേണ്ടത്? ആരാണ് ഹദീസിൽ നിന്ന് ഇജ്തിഹാദ് നടത്തി മസ്അല കണ്ടെത്താൻ യോഗ്യൻ? കൃത്യമായ മാനദണ്ഡമുണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ. ഈ സോഷ്യൽ മീഡിയനെ ആശ്രയിച്ച് ഔഷധം മുതൽ ചികിത്സ മുതൽ ഫത്വ വരെ അതിൽ നിന്ന് സ്വീകരിക്കുന്ന സംസ്കാരം വളർന്നു വരുന്നു. കുടുംബ ബന്ധത്തിന് മാത്രമല്ല, വിശ്വാസത്തിന്റെ തകർച്ച ഉണ്ടാകുന്നു. നമ്മുടെ കർമ്മങ്ങൾ പലതും ബാത്തുലായിക്കൊണ്ടിരിക്കുന്നു. ഈ ഹദീസിനെ സമീപിച്ച പണ്ഡിതന്മാർ എങ്ങനെയാണ് ഈ ഹദീസിനെ വിശദീകരിച്ചത്? ഇമാം മഹല്ലി തങ്ങൾ പറയുന്നുണ്ട്, നായയുടെ വായയാണ് ഏറ്റവും ശുദ്ധമായ വായ. നജസ് എന്നുള്ള മാനദണ്ഡം മാറ്റിവെച്ചാൽ എല്ലാ സമയത്തും ഇങ്ങനെ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കും, ശ്വാസം വിട്ടുകൊണ്ടിരിക്കും, കതച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വാ തുറന്നു പിടിക്കുന്ന, എപ്പോഴും ഇങ്ങനെ എയർ സർക്യൂട്ട് നടത്തുന്ന വായയാണ് നായയുടേത്. നമ്മൾ വായ കൂട്ടിവെച്ചാലാണത് മാലിന്യമാകുന്നത്. ഉറങ്ങി എഴുന്നേൽക്കുമ്പത്തിന് വായ പകർച്ചയാകുന്നത് വായ കൂട്ടിപ്പിടിച്ചത് കൊണ്ടാണ്. യാത്ര ചെയ്തിറങ്ങുമ്പോഴേക്ക് വായയിൽ മാലിന്യം പോലെ വരുന്നത് വായ ഇങ്ങനെ അമർത്തിപ്പിടിച്ചത് കൊണ്ടാണ്. നായ നൈസർഗികമായി തന്നെ കതച്ചുകൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും എയർ സർക്യൂട്ട് നടക്കും. അതുകൊണ്ട് ഏറ്റവും ശുദ്ധിയുള്ള വായ നായയുടേതാണ്. ആ വായ വെള്ളത്തിൽ വീണാൽ പോലും നജസാകുമെന്ന് പറയുമ്പോ നായയുടെ മറ്റു ശരീരങ്ങൾ എന്തായാലും തൊട്ടാലും വെള്ളത്തിൽ തട്ടിയാലും നജസാകും. ഇതറിയണമെന്നുണ്ടെങ്കിൽ വിശാലമായ ഇസ്ലാമിലെ വിജ്ഞാനങ്ങളിലൂടെ മുന്നോട്ട് പോവാൻ കഴിയണം. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാമുനാ നവവി പറയുന്നത്, ഇലമന്നഹു ലാ ഫർഖ ഇൻദനാ ബൈന ഉലൂഇൽ ഖൽബി വഗൈരിഹി മിൻ അജ്സാഇഹി. നായയുടെ വായയിടുക എന്നതിലും മറ്റ് ശരീരഭാഗങ്ങൾ തട്ടുക എന്നതിലും യാതൊരു വ്യത്യാസമില്ല. വൈദാ അസാബ ബൗലുഹു, നായയുടെ മൂത്രായി, അത് വായയിലുള്ളതല്ല മൂത്രം. ഔ റൗസുഹു, അല്ലെങ്കിൽ അതിന്റെ വിസർജ്യമായി, അതും വായയിലല്ല. ഈ ഫോൺ മുഫ്തി പറയുന്ന അനുസരിച്ച് വായയിലുള്ളത് മാത്രമാണ് നജസ് ആയാൽ, ഔ ദമുഹു, അല്ലെങ്കിൽ രക്തം, ഔ അറഖുഹു, അല്ലെങ്കിൽ നായയുടെ വേർപ്പ്, ഔ ഷഅറുഹു, അതിന്റെ രോമം, ഔ ലുആബുഹു, അതിന്റെ ഈ കേല, ഔ ഉദുവും മിൻ അഅ്ളാഇഹി, നായയുടെ ഏതെങ്കിലും ഒരു പാർട്ട്, നഖം, നായയുടെ തൊലി, നായയുടെ വാല്, ഏതെങ്കിലും ഒരു ശരീരഭാഗം ഷൈഅൻ താഹിറൻ, ഒരു ശുദ്ധിയുള്ള വസ്തുവിലായാൽ ഫീ ഹാലി റുതൂബത്തി അഹദിഹിമാ, രണ്ടിലൊന്ന് നനവുള്ളതായിരുന്നുവെങ്കിൽ വജബ ഗസ്ലുഹു സബ്അ മർറാത്തിൻ, 7 പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ്. ഇഹ്ദാഹുന്ന ബിത്തുറാബി, ഒന്ന് മണ്ണ് ചേർത്തിട്ടുമായിരിക്കണം. ഇതാണ് 3 ലക്ഷത്തിലേറെ ഹദീസ് കാണാതെ പഠിച്ച് എല്ലാ വിജ്ഞാനത്തിന്റെയും ഗിരിശൃംഖങ്ങളിൽ കയറി അശ്ശാഫിഉ സാനി, രണ്ടാമത്തെ ഷാഫി എന്ന് പ്രസിദ്ധരായ ഇമാമുനാ നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. മൊബൈലിലെ മുഫ്തിക്ക് വളരെ സിമ്പിളാണ്. നായ വായട്ടാൽ എന്നല്ല പറഞ്ഞത്, വായല്ലാതെ എന്തിട്ടാലും നജസാവൂല. നായ പാത്രത്തിലിട്ടാൽ എന്നല്ല പറഞ്ഞത്, അപ്പൊ പാത്രത്തിലല്ലാതെ ബാഗിലോ പെട്ടിയിലോ ഒന്നും ഇട്ടാൽ നജസാവൂല. ഈ സോഷ്യൽ മീഡിയ മാനിയ കൊണ്ടുണ്ടാകുന്ന മതപരമായ ചില അനർത്ഥങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വേഗം സെർച്ച് ചെയ്യാൻ പോകരുത്. ഏതോ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ട് നമ്മുടെ ദീൻ നശിപ്പിക്കാനിരിക്കരുത്. കുടുംബബന്ധത്തെ മാത്രമൊന്നുമല്ല, നമ്മുടെ ദീനിനെയും വിശ്വാസത്തെയും ആരാധനകളെയും ഇത് തകർക്കുന്നു. എന്നിട്ട് ഇത് പരന്നുകൊണ്ടിരിക്കുക. ഈ ഒരു പ്രഭാഷണം കേട്ടിട്ട് ഒരു ചങ്ങാതി നായക്ക് മുട്ടുപുഴുങ്ങിയത് കൊടുക്കുക, എന്നിട്ട് തൊട്ട് തലോടുക. നായ എന്നുള്ള ജീവനോട് പ്രത്യേകിച്ചായിട്ടൊരു ഉറപ്പുണ്ടായത് കൊണ്ടല്ല. എന്തുകൊണ്ട് ഇസ്ലാം നായ ഇങ്ങനെയൊക്കെ ആക്കി, അതിന്റെ സയന്റിഫിക് ആയ വശങ്ങൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. റസൂല് പറഞ്ഞു, അത് സ്വീകരിക്കണം, അതാണ് മുസ്ലിം. അല്ലാതെ സോഷ്യൽ മീഡിയയിലെ മുഫ്തിയല്ല, പ്രഭാഷകനല്ല, എന്തെങ്കിലും തട്ടിവിടുന്ന വ്ളോഗറല്ല. വായ തുറന്നവരൊക്കെ വ്ളോഗറാകുന്ന ഒരു കാലാണിത്. കുടുംബബന്ധം തകർക്കുന്നു, അതിനപ്പുറം ഈമാന് തന്നെ ഇതൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ നിയതമായ ചില ശൈലികളുണ്ട്, രീതികളുണ്ട്. ഈ ഹദീസ് തന്നെ ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്യുന്നുണ്ട്.
അവിടെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ വിസ്തരിച്ചത് ചർച്ച ചെയ്യുന്ന പേജുകൾ. ആർക്കും തന്നെ നായനെ തൊട്ടാൽ നജസാവോ ഇല്ലേ എന്നുള്ളതിൽ ഒരു തർക്കമല്ലേ. പിന്നുണ്ട് നായ മാത്രമല്ല ഏത് നജസും. നമ്മളിപ്പോൾ അത് വായിച്ചല്ലോ, നബി തങ്ങളുടെ ഇബാറത്തുനിന്നും നമ്മളത് വായിച്ചു. തൊടുന്ന സമയത്ത് ഒന്നുകിൽ നമ്മുടെ കൈ അല്ലെങ്കിൽ നായയുടെ ശരീരഭാഗം നനവുണ്ടാവണം, അപ്പോഴാണ് നജസ് എന്നുള്ള ലെവലിലേക്ക് എത്തുക. അത് നായ മാത്രമല്ല ഏത് നജസും അങ്ങനെ. പള്ളിയിൽ നിന്നൊരു പല്ലിക്കാഷ്ടം കണ്ടു, നല്ല ഉണങ്ങി നിൽക്കുകയാണ്, നമ്മുടെ കയ്യും നല്ല ഉണക്കാണ്, അത് വെള്ളം എടുത്തുകൊണ്ട് പോയിട്ട് പുറത്തിട്ടാൽ കൈ നജസാവുന്നില്ല. നിറം വെച്ച് പല്ലിക്കാഷ്ടം പച്ചയാണെങ്കിൽ അല്ലെങ്കിൽ പല്ലിക്കാഷ്ടം ഉണങ്ങിയതാണ്, നമ്മുടെ കയ്യിൽ ഒളു എടുത്തതിന്റെ ഈർപ്പമുണ്ടെങ്കിൽ നജസാവും. അത് നായക്ക് മാത്രമൊന്നുമല്ല. പിന്നെ നായയുടെ വായ എപ്പോഴും വെള്ളല്ലേ, ഏത് വായ അങ്ങനെ തന്നെയല്ലേ, അപ്പൊ തൊട്ടാൽ എന്തായാലും നജസാവും ഉറപ്പാണ്. നായയുടെ മൂക്കിന്റെ ഭാഗത്തുള്ള ആ കറുത്ത സംഭവം അതും എപ്പോഴും ഇങ്ങനെ വേർത്ത് ഈർപ്പമുള്ളതായിരിക്കും, അതിമ്പോ തൊട്ടാൽ നജസാവും എന്നുള്ളത് ഉറപ്പാണ്. ഒരു ഉണങ്ങിക്കിടക്കണ നായ തെറ്റിദ്ധരിക്കരുത്, നല്ല ഉണങ്ങി ഒരു ഈർപ്പമില്ലാത്ത നായ, വേർത്തിട്ടില്ല, നല്ല വെയിലത്തൊക്കെ നിന്നിട്ട് ഉണങ്ങിയ നായ, നമ്മുടെ കൈയും പൂർണ്ണമായി ഉണങ്ങി, ഒന്ന് തൊട്ടുകൊണ്ട് നജസാവില്ല. അത് നായന്റെ പ്രശ്നമല്ല, നായന്റെ മാത്രം വിഷയമല്ല, ഏത് നജസിനോട് നമ്മുടെ സമീപനം അങ്ങനെയാണ്. ഇപ്പൊ മൂത്രമായിട്ടുള്ള ഒരു ഡ്രസ്സ് നമ്മളിങ്ങനെ പിടിച്ചു, അതുകൊണ്ട് നജസാവില്ല. എപ്പോ മൂത്രം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ, കയ്യും ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ. അത് നബി ഇമാം ഈ ഭാരത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ രണ്ടിൽപ്പെട്ട ഒന്ന് എന്താണ്, നജസിൽ നനഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെ, ഫീ ഹാലി റുതൂബത്തി അഹദിഹിമ, ഒന്നെങ്കിൽ നായ അല്ലെങ്കിൽ നമ്മൾ തൊടുന്ന ഭാഗം, രണ്ടിലൊന്ന് നനവുള്ള സമയത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ നജസാവും. നമുക്ക് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. പരിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നതാണ് കുടുംബത്തിന്. അതുകൊണ്ട് സ്നേഹം പൂത്തുലയണം കുടുംബങ്ങളിൽ, സ്നേഹം നിലനിൽക്കണം കുടുംബങ്ങളിൽ. നമ്മുടെ കുടുംബത്തെ ധാരാളമായി മാനിക്കാൻ നമുക്ക് കഴിയണം. സദഖ ചെയ്യുന്നിടത്തും മറ്റും കുടുംബത്തിന് കാരുണ്യം കാണിക്കണം. ബന്ധം നിലനിർത്താൻ ഇടക്കിടക്ക് പോകണം. കല്യാണത്തിനൊക്കെ പണ്ട് ഒരു ദിവസം 2 ദിവസം മുന്നൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനുള്ള സമയങ്ങളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഓടിക്കളിച്ച് പരിചയപ്പെടുമായിരുന്നു. ഇപ്പൊ ജ്യേഷ്ഠന്റെ മകളെ അറിയില്ല, ജ്യേഷ്ഠന്റെ മകന്റെ പേരറിയില്ല, ഓൻ അവിടെ ജീവിക്കണതാന്ന് മാത്രം അറിയും. ഇவ்விதം അണുകുടുംബവൽക്കരണം ഇസ്ലാമിന് പറ്റില്ല. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ആ ആദർശം വരരുത്. പലപ്പോഴും നമ്മുടെ സ്വകാര്യ, നമ്മുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജ്യേഷ്ഠനെ പണക്കാൻ നിൽക്കും. അവര് പറയുന്നതിനെ നമ്മൾ മക്കളുടെ മുമ്പിൽ വെച്ച് നിരൂപിക്കും. സ്വന്തം മോനെ മൂത്താപ്പ എന്ന രീതിയിൽ മൂപ്പരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിനോട് അതൊക്കെ പറയാൻ നീ ആരാന്ന് നമ്മൾ പരസ്യമായി ഈ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് ചോദിക്കും. അല്ലെങ്കിൽ അതിനു വേണ്ടി തർക്കങ്ങളും കുതർക്കങ്ങളും ഉണ്ടാകും, വഴക്കുണ്ടാകും, ബന്ധം മുറിഞ്ഞു പോകും. നമ്മളൊക്കെ ദൂരെ ജോലി ചെയ്യേണ്ടവരാണെങ്കിൽ നമുക്കുള്ള ആശ്രയം നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ ജ്യേഷ്ഠനെയും അനുജനെയുമാണ് ഏൽപ്പിക്കേണ്ടത്. അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നിന്റെ മൂത്താപ്പയാണ് എന്ന് വെച്ചാൽ എൻ്റെ ജ്യേഷ്ഠൻ, എനിക്ക് നീ എന്ത് സ്ഥാനം നൽകുന്നു അപ്രകാരം മൂപ്പരെയും മാനിക്കണം. ഇതെന്റെ അനുജനാണ്, എന്നെ എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല, ഞാൻ ഗൾഫിലാ. നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരിൽ ആരോടെങ്കിലും ചോദിച്ച് സമ്മതം വാങ്ങണം. ആ നിലക്ക് തന്നെ അവരെ പരിഗണിക്കണം. ഇടക്കിടക്ക് നമ്മൾ വിളിച്ചു ചോദിക്കണം, മോന്റെ കാര്യം നോക്കാറില്ലേ എന്ന്. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ അയച്ചു കൊടുക്കുമ്പോൾ അവർക്കും അയച്ചു കൊടുക്കണം സ്നേഹത്തിന്. ഇസ്ലാമിന്റെ ഇർസ ആലോചിച്ച് നോക്കുങ്ങള്. ഒരാൾ മരിക്കുന്നു, അയാൾക്ക് പെൺകുഞ്ഞുങ്ങൾ മാത്രമാണുള്ളത്, എന്നാൽ അയാളുടെ ജ്യേഷ്ഠാനുജന്മാർക്ക് ഇത്തിരി ഓഹരി കൊടുക്കണം. എന്താ പ്രശ്നം? പെൺകുഞ്ഞുങ്ങൾ മാത്രമാണുള്ളത്, അവർക്ക് ഒരാങ്ങളയില്ല. ആങ്ങളുണ്ടെങ്കിൽ ഈ സഹോദരിമാരുടെയും ഉമ്മയുടെയും കാര്യങ്ങൾ അദ്ദേഹം നോക്കിക്കൊള്ളും. ഈ മരിച്ചയാൾക്ക് വാപ്പയുണ്ടെങ്കിലും അദ്ദേഹം ഇവരുടെ കാര്യങ്ങൾ ആർദ്രതയോടുകൂടെ പരിഗണിക്കും. തന്റെ മരുവളാണ് ഒരുത്തി, ഇയാളുടെ ഭാര്യയാണ്, പിന്നെ എൻ്റെ മക്കളാണ്, എൻ്റെ പേരക്കുട്ടികളാണ്, അതുകൊണ്ട് അദ്ദേഹം ശ്രദ്ധിക്കും. അതുകൊണ്ട് ഈ മരിച്ചയാളുടെ സഹോദരന്മാരിലേക്ക് ഓഹരി പോവില്ല. നേരെ മറിച്ച് മരിച്ചയാൾക്ക് വാപ്പല്ല, ഈ മരിച്ചയാൾക്ക് ആൺകുട്ടിയുമില്ല, എന്നാൽ നേരിയ ഒരു ഓഹരി സഹോദരന്മാരിലേക്ക് പോകും. എന്തിന്? എൻ്റെ സഹോദരൻ മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ മക്കളാണിത്, അദ്ദേഹത്തിന്റെ ഭാര്യയാണിത്, അവരെ ഞാൻ ഇനി എൻ്റെ മക്കളെപ്പോലെ പരിഗണിക്കണം. അവർക്ക് വേണ്ടതൊക്കെയും ഞാൻ ചെയ്തു കൊടുക്കണം.
അതൊരു ബാധ്യതയാക്കുകയാണ് ഇസ്ലാം. കുറച്ച് മൂപ്പർക്ക് അനന്തരാവകാശം കൊടുത്തു. ഓൻ്റെ അനന്തരമൊക്കെ ഞാൻ വാങ്ങിയതല്ലേ, ഇനിയിപ്പോൾ എന്തായാലും എനിക്കത് പരിഗണിക്കാതിരിക്കാൻ വയ്യ എന്ന നിർബന്ധമായൊരു തലത്തിലേക്ക് തൻ്റെ ജ്യേഷ്ഠനെയും അനുജനെയും മറ്റ് സഹോദരന്മാരെയും ഉയർത്തിക്കൊണ്ടുവരികയാണ് പരിശുദ്ധ മതം. അല്ലാതെ ഏതോ കാസർകോട്ടേരം വക്കീല് തെറ്റിദ്ധരിച്ചതുപോലെ നമ്മുടെ സ്വത്ത് മൊത്തം അങ്ങോട്ട് ജ്യേഷ്ഠാനുജന്മാർ കൈക്കലാക്കും എന്നതല്ല. അയാൾ ഇസ്ലാമിക വിവാഹം നടത്തിയിരുന്നു, അതിൽ നിന്ന് രാജിവെച്ചിട്ട് മൂപ്പരാൾ പിന്നെ ഇന്ത്യൻ നിയമമനുസരിച്ച് കല്യാണം പുതുക്കി. എന്തിന്? മൂപ്പർക്ക് പെൺകുട്ടികളുണ്ട്, ഈ സ്വത്ത് മൊത്തം ജ്യേഷ്ഠാനുജന്മാർ കൊണ്ടുപോകാതിരിക്കാന്ന്. ഇയാൾ എവിടെയാണ് നിയമം പഠിച്ചത്? ഇയാൾ എവിടുന്നാണ് ഇസ്ലാമിന്റെ നിയമം പഠിച്ചത്? ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യൻ കോഡെങ്കിലും അയാൾ വായിച്ചു പഠിക്കണ്ടേ ഒരു അഡ്വക്കറ്റ് ആവുമ്പോ? നോക്കുങ്ങള്, ജ്യേഷ്ഠനെയാണ് നമ്മൾ കേൾപ്പിക്കാൻ ഏറ്റവും സുരക്ഷിതം, നമ്മുടെ അനുജനെയാണ്. അല്ലാതെ നമ്മൾ ഈ ജ്യേഷ്ഠനെ അനുജനൊക്കെ ഇങ്ങനെ എതിർപ്പിലാക്കി നമ്മുടെ ഭാര്യനോടും മക്കളോടും ഇങ്ങനെ പറയാം, ഓലങ്ങൾ പരിഗണിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയിക്കൊണ്ടു, അന്നെ കെട്ടിയ ഞാനല്ലേ, എൻ്റെ ഏട്ടനല്ലല്ലോ എന്നൊക്കെ പറയാം. ഏറ്റവും വലിയ പൊട്ടൻ, മടയൻ. എന്നിട്ട് മക്കൾ കോലം കെറ്റീന്, 4 കാലുമ്പോൾ നടക്കണീന്, വായയിൽ മൊത്തം വൃത്തികെട്ട സാധനങ്ങൾ തിരികിയിട്ട് മൊത്തം പഴുപ്പിച്ചെടുത്തീന്, അവസാനം ക്യാൻസറും മാനസികമൊക്കെ ആവണീന്. പിന്നെ ഇങ്ങനെ ഞാനത് ചെയ്തത് മോശമായി എന്ന് വിചാരിക്കുക. കുടുംബബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവരെ വളരെയേറെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. കുടുംബത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതുമുണ്ട്. കുറച്ച് ഹദീസുകളും ആയത്തുകളുമാണ് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നിരവധിയായ ഹദീസുകളുടെ പ്രമേയം അതാണ്. അതിൻ്റെ ഗൗരവത്തിൽ അതിനെടുക്കണമെന്നും കുടുംബത്തിന് വിച്ഛേദം വരുന്ന എല്ലാവിധ പ്രവണതകളിൽ നിന്നും മാറി നിൽക്കാൻ ബോധപൂർവം ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ദീനീ ദഅവത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഈ ഒരു സംഗമം സ്വർഗത്തിൽ വരെ അള്ളാഹു തുടർത്തി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.